اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. പ്രിയങ്കരന കേന്ദ്രം ISM MSM NGM സ്റ്റുഡൻസും സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, വളരെ അനുഗ്രഹീതമായ ഒരു സദസ്സിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ മലക്കുകൾ ഇറങ്ങുന്ന ഒരു സദസ്സാണ്. നമ്മുടെ ആയുസ്സിൻ്റെ വളരെ ചുരുങ്ങിയ ഒരു സമയം മാത്രമാണ് നമ്മൾ ഈ ഒരു ഹാളിൽ കഴിച്ചു കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ അത് നാളെ കർമ്മങ്ങളുടെ തുലാസിൽ കനം തൂങ്ങുന്ന സ്വാലിഹായ അമലായിട്ട് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മളുടെ നിയ്യത്ത് നന്നാക്കുക, അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം മാത്രം കാക്ഷിച്ചുകൊണ്ട് ഇരിക്കുക. നമുക്കറിയാം, മനുഷ്യരെന്ന നിലയിൽ വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വന്ന ആളുകളാണ് നമ്മൾ. നമ്മുടെ കുടുംബം വ്യത്യസ്തമാണ്, നമ്മുടെ ചുറ്റുപാടുകൾ വ്യത്യസ്തമാണ്, എല്ലാവരും കൊണ്ടും വ്യത്യസ്തരായിട്ടുള്ള ആളുകളാണ്. എന്നാൽ വിശ്വാസികൾ അല്ലെങ്കിൽ വിശ്വാസിനികൾ എന്ന നിലയിൽ നമ്മുടെ എല്ലാം ലക്ഷ്യം ഒന്നാണ്. സ്വർഗം നേടുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലക്ഷ്യം. ഒരു ബൈ ചാൻസിൽ എനിക്ക് സ്വർഗം ലഭിക്കുക അല്ലെങ്കിൽ കിട്ടിയാൽ കിട്ടി എന്ന മനോഗതിയല്ല സ്വർഗത്തെക്കുറിച്ച് നമുക്ക് ഉണ്ടാവേണ്ടത്. എനിക്ക് സ്വർഗം നിർബന്ധമായും കണിശമായും ലഭിക്കണം എന്നുള്ള ആഗ്രഹവും ചിന്തയും അതിനൊത്ത പ്രവർത്തനവും ഉണ്ടാവുമ്പോഴാണ് ഈ ലോകവും പരലോകവും നമുക്ക് വിജയം വരിക്കാൻ സാധിക്കുകയുള്ളൂ. സ്വർഗം എന്ന് പറയുന്നത് ഇഷ്ടംപോലെ വിഭവങ്ങൾ നിറഞ്ഞ ഒന്നാണ്. എന്നാൽ പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ദുനിയാവിൽ ഏറ്റവും മുന്തിയ ഒരു വിഭവം എന്ന് പറഞ്ഞിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. ദുനിയ മതാഉൻ ഖൈറു മതാഇ ദുനിയ എന്ന് പറഞ്ഞിട്ട് അൽ മർഅത്തു സ്വാലിഹ എന്ന് പറയുന്നുണ്ട്. അതായത് ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ വിഭവങ്ങൾ നിറഞ്ഞ ഒന്നാണ്. എന്നാൽ ഇതിലെ ഏറ്റവും മുന്തിയ വിഭവം എന്ന് പറയുന്നത് അൽ മർഅത്തു സ്വാലിഹ എന്ന് വെച്ചാൽ സദ്വൃത്തയായ ഒരു സ്ത്രീ എന്നുള്ളതാണ്. പണ്ഡിതന്മാർ ഈ സദ്വൃത്തയായ സ്ത്രീക്ക് ഒരുപാട് എക്സ്പ്ലനേഷൻസ് കൊടുക്കുന്നുണ്ട്, വിശദീകരണങ്ങൾ കൊടുക്കുന്നുണ്ട്. നമ്മളതിന് നോക്കുകയാണെങ്കിൽ അതിലൊന്ന് പറയുന്നത് ഹുസ്നു ഈമാനിഹ എന്നുള്ളതാണ്. ഒന്ന്, നല്ല ഈമാനുള്ള പെണ്ണായിത്തീരുക, നല്ല അടിയുറച്ച വിശ്വാസമുള്ള പെണ്ണാവുക. രണ്ടാമത്തത് സുൽഹു ഹാലിഹ വഹുൽഹിഹ. നമ്മളൊക്കെ മനസ്സിലാണായാലും പെണ്ണായാലും നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ് ഹുസ്നു ഈമാൻ. എവിടെ പോയാലും തകരാത്തൊരു ഈമാൻ എന്ന് പറയും. നമ്മളൊക്കെ കുടുംബജീവിതം നയിക്കുന്ന ആളുകളാണ്. സുൽഹു ഹാലിഹ വഹുൽഹിഹ, ഈ നല്ല ഈമാനിൻ്റെ പ്രതിഫലനം എന്നോളം നമ്മളുടെ ഈമാൻ നന്നാവുക, അതേപോലെ നമ്മുടെ ഹുൽക്ക് നന്നാവുക. സൽസ്വഭാവം എന്ന് പറയുന്നത് തുലാസിൽ കനം തൂങ്ങുന്ന ഒന്നാണ്. നമ്മൾ ഈ കുടുംബജീവിതം നയിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടാണ് സൽസ്വഭാവം എന്ന് പറയുന്നത്. ഹുസ്നുൽ ഹുൽക്ക്, ഏറ്റവും നല്ല സ്വഭാവത്തിനുടമ. നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കയറി വരണം എന്നുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബത്തിലേക്ക് ഒരാളെ ആകർഷിക്കണം എന്നുണ്ടെങ്കിൽ, ആണായാലും പെണ്ണായാലും നമ്മുടെ നല്ല സ്വഭാവം കൊണ്ടായിരിക്കും.
നല്ല വെയിറ്റ് ഉള്ള ഒന്നാണ് സൽസ്വഭാവം. കാരണം ഏഷണിയില്ലാത്ത, പരദൂഷണമില്ലാത്ത, കളവില്ലാത്ത, സത്യസന്ധമായി പറയുന്ന, ആളുകളോട് കണ്ടറിഞ്ഞ് പെരുമാറാൻ സാധിക്കുന്ന, ഇങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് നിറഞ്ഞ ഒന്നാണ് ഹുസ്നുൽ ഖുൽഖ് എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ ഒരു മുഖമുദ്രയാക്കേണ്ടതുണ്ട്. മറ്റൊന്ന് ഇസ്തിഖാമത്ത് ബിദീനിഹ എന്നുള്ളതാണ്. ഏറ്റവും അടിയുറക്കുക, ദീനിൽ അടിയുറച്ചു നിൽക്കുക എന്നുള്ളത്. ഏതൊരു പാർട്ടിയിൽ പോവുകയാണെങ്കിലും ഏതൊരു ടീമിന്റെ കൂടെ പോവുകയാണെങ്കിലും അവനവന്റെ ആദർശം അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കുക. നാലാമത്തെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അള്ളാഹ് ഇഷ്ടപ്പെട്ട രീതിയിൽ സ്വന്തം നഫ്സിനെ, സ്വന്തം വീടിനെ, നമ്മുടെ മക്കളെ അള്ളാഹുവിന്റെ തൃപ്തി അനുസരിച്ച് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കുക, സംരക്ഷിക്കാൻ സാധിക്കുക എന്നുള്ളത്. ഇതിലെ നാലാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ നന്നാവേണ്ടതുണ്ട്, നമ്മളുടെ കുടുംബം നന്നാവേണ്ടതുണ്ട്, നമ്മുടെ മക്കള്, വീട്, ഇതിനെല്ലാം അള്ളാഹ് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് നന്നാക്കി തീർക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. നാറ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നമ്മളുടെ മേൽ ബാധ്യതയോടുകൂടി കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ഞാൻ നന്നായി. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഉമ്മയും വാപ്പയും എല്ലാ സദസ്സുകളിലും ഖുർആൻ സെഷനുകളിലൊക്കെ പങ്കെടുക്കും. പക്ഷെ നമ്മളെ കുട്ടികളെ പലപ്പോഴും അതിലേക്ക് എത്തിപ്പെടാത്ത ഒരു അവസ്ഥാവിശേഷം നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മളൊരു ട്രിപ്പ് പോവുകയാണെങ്കിൽ നമ്മൾ ഒന്നായിട്ട് പോകും അല്ലെ, എല്ലാ മക്കളെയും കൊണ്ട് എല്ലാവർക്കും ഒഴിവുള്ള ദിവസം ആ ഒരു നോക്കിയിട്ട് നമ്മൾ വീട് ലോക്ക് ചെയ്തിട്ട് നമ്മൾ പോകും. എന്നാൽ ഇതുപോലുള്ള സെഷനുകൾ, ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്ന സമയത്ത് പലപ്പോഴും അൽഹംദുലില്ലാഹ് ഇന്നിവിടെ കുറേ കുട്ടികളെ ഞാൻ കണ്ടു, പലപ്പോഴും മക്കൾ ബിസിയാണ് എന്നുള്ള പേരിൽ പലപ്പോഴും എന്ത് ചെയ്യാണ്, അവരെ മാറ്റി നിർത്താറുണ്ട്. അല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ അത്ര ഗൗരവം കാണിക്കാൻ സാധിക്കാതിരിക്കുക എന്നുള്ളത്. ഇത് നമ്മൾ മാറ്റിയിട്ട് എന്നിട്ട് നമ്മളിവിടെ ഒന്ന് വിചാരിക്കുകയാണ്, എൻ്റെ കുട്ടിയും കൂടി വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, അല്ലെങ്കിൽ ഇതോ അവൾ കേൾക്കേണ്ടതായിരുന്നു, അവൻ കേൾക്കേണ്ടതായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള സെഷൻസ് വരുമ്പോൾ കുടുംബസമേതം നമ്മുടെ കുടുംബത്തിൽ സമാധാനം കിട്ടാവുന്ന ഒരു വഴി എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരുമിച്ച് ചേരാനുള്ള ഒരു സംഗമങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരുമിച്ച് വരാനുള്ള ഒരു ഒരുക്കം നമ്മൾ നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഈ കുടുംബം ബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. കുടുംബത്തിന്റെ പവിത്രത, അതിലുള്ള സമാധാനം എന്ന് പറയുന്നത്. വീടിന് ഒരുപാട് പേരുകളുണ്ട്. ദാറ്, മൻസിൽ, ബൈത്ത്, മസ്കൻ എന്നൊക്കെ പറയുന്നത്. ഇതിൽ സെക്കീന എന്നുള്ള പദം എന്ന് പറഞ്ഞാൽ ശാന്തി, സമാധാനം, ഇതുമായിട്ട് റിലേറ്റഡ് ആണ്, ബന്ധപ്പെട്ടതാണ് മസ്കൻ. നമുക്ക് വീട്ടിൽ സമാധാനം ഉണ്ടാവേണ്ടതുണ്ട്. നമ്മുടെ മനുഷ്യൻ എന്നുള്ള നിലയിൽ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് സമാധാനം ഉണ്ടാവുക എന്നുള്ളത്. നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് സമാധാനമാണ്, വീട്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് സമാധാനം വേണം. ഇതില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പരിണിത ഫലം നമ്മൾ പോകുന്ന ജോലി സ്ഥലങ്ങളിലും നമ്മൾ പോകുന്ന സമൂഹത്തിലും ബന്ധങ്ങളിലൊക്കെ ഇതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക്, ഇതിൻ്റെ ഒരു പ്രഷർ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് വീട്ടിലുള്ള സമാധാനം, കുടുംബത്തിലുള്ള ഒരു സമാധാനം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നതാണ്. ഇത് പുറത്തുള്ള ഒരാൾ വന്ന് നമ്മുടെ കുടുംബത്തിൽ കൊണ്ടുതരുന്ന ഒന്നല്ല. എൻ്റെ വീട്ടിൽ, എൻ്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാക്കേണ്ടത് ഞാൻ ആകുന്ന ഒരു മെമ്പറാണ്, അല്ലെങ്കിൽ നമ്മൾ അടങ്ങുന്ന നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാലേ അതിന് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സ്ഥാപനം നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ അതിലുള്ള എംപ്ലോയീസ്, അതിലുള്ള സഹപ്രവർത്തകർ നന്നായിട്ട് വർക്ക് ചെയ്യേണ്ടതുണ്ട്. അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ, ബാധ്യതകൾ നിർവഹിക്കേണ്ടതുണ്ട്. ഇതിലെന്തെങ്കിലും പാകപ്പിഴകൾ വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതേപോലെ നമ്മൾ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട് ഇവിടെ. നമ്മൾ നമ്മളുടേതായിട്ടുള്ള കടമകൾ, ഉത്തരവാദിത്തങ്ങൾ കൈമാറാനുള്ള സ്നേഹമായാലും സഹകരണമായാലും സംതൃപ്തിയായാലും ഇത് പരസ്പരം വീട്ടിൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇനി കുടുംബം എന്ന് പറഞ്ഞാൽ നിങ്ങളോടൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് കുടുംബം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് മറുപടികൾ ഉണ്ടാകും. ഇനി നിങ്ങൾ ആ മറുപടി ഇവിടെ വന്ന് പ്രസന്റ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിലും എൻ്റെ കുടുംബം എന്താണ് എന്ന് എൻ്റെ മനസ്സിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കുടുംബം നമുക്ക് എന്തൊക്കെയോ ആണ് അല്ലേ. ഒരു പ്രത്യേകമായൊരു വികാരമാണ് നമ്മളുടെ കുടുംബം എന്ന് പറഞ്ഞത്. സാധാരണ നമ്മളൊരു നിർവചനം പറയാറുണ്ട്, കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതാണ് കുടുംബം എന്നുള്ളത്. എന്നാൽ കൂടാത്ത സമയത്ത് ഞാൻ എൻ്റെ ഫാമിലിയിലേക്ക് പോവുകയാണ് എന്ന് മനസ്സിലിങ്ങനെ വിചാരിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഇമ്പം, ആ ഒരു സന്തോഷം ഉണ്ടാവേണ്ടതുണ്ട്. ഒരു കുട്ടി ശരിക്കും പിച്ച വെച്ച് നടക്കുന്നത് അതിൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പമാണ്. ഇനി ലോകത്തിൻ്റെ ഏതൊരു കോണിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും നമ്മളെ വീട്ടിലേക്ക് ആകർഷിപ്പിക്കുന്ന ഒരു കാന്തമാണ് നമ്മുടെ കുടുംബം. ഫിസിക്കലി ആൻഡ് മെൻ്റലി, ശാരീരികമായിട്ടും മാനസികമായിട്ടും നമ്മൾ കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്, കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത് നമ്മളുടെ കുടുംബമാണ്. നമ്മളുടെ എല്ലാവിധ സന്തോഷങ്ങളിലും സന്താപങ്ങളിലും നമ്മളോടൊപ്പം ഉള്ളത് നമ്മുടെ കുടുംബമാണ്. അപ്പോൾ നമ്മളൊക്കെ ഒന്ന് ജസ്റ്റ് വീണ് പോയിട്ടുണ്ടെങ്കിൽ ആദ്യം ഓടി എത്തുക എന്ന് പറയുന്നത് നമ്മുടെ മക്കളോ ഇണകളോ മാതാപിതാക്കളോ അടങ്ങുന്ന നമ്മുടെ കുടുംബക്കാരാണ്. അപ്പോൾ അത്രയും വലിയൊരു പവറാണ് നമ്മുടെ കുടുംബം. ശരിക്കും അറബിയിൽ ഉസ്രത്ത് എന്നാണ് ഫാമിലിക്ക് പറയുക, കുടുംബത്തിന് പറയുക. ഈ ഉസ്രത്ത് എന്നുള്ള
പദത്തിൻ്റെ അർത്ഥം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും അതൊരു കുവ്വത്താണ്, ശക്തിയാണ്, പവറാണ്. രണ്ടാമത്തേത് ദിർഉൽ ഹസീൻ അഥവാ സുരക്ഷിതമായിട്ടുള്ള ഒരു കവചമാണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് മനസ്സിലാക്കണം, റബ്ബ് തന്നിട്ടുള്ള വലിയൊരു സമ്മാനമാണ് നമ്മുടെ കുടുംബം എന്ന് പറയുന്നത്. അത് ഇല്ലാത്തവർക്കാണ് അതിൻ്റെ ഒരു വേദന അറിയാം. സാധാരണ നമ്മൾ പറയാറുണ്ട് കണ്ണുള്ള സമയത്ത് കണ്ണിൻ്റെ വില നമ്മൾ പിന്നെ അറിയാൻ സാധിക്കില്ല എന്നുള്ളത്. എന്നാൽ വിശ്വാസികൾ എന്നുള്ള നിലയിൽ കണ്ണുള്ള സമയത്ത് പോലും കണ്ണിൻ്റെ വില അറിയുന്നവരാകേണ്ടതുണ്ട്. അള്ളാഹ് തന്ന ഏതൊരു അനുഗ്രഹമുണ്ടോ അത് ഹയാത്തിലുള്ളിടത്തോളം കാലം അല്ലെങ്കിൽ പ്രസൻറ്റിലുള്ളിടത്തോളം കാലം അതിൻ്റെ വില അറിയുകയും അതനുസരിച്ച് റബ്ബിനെ ശുക്ർ ചെയ്യുകയും ചെയ്യേണ്ട ആൾക്കാരാണ്. ഇന്ന് ഉമ്മ എൻ്റെ കൂടെ ഉണ്ട്, ഇന്ന് ഉപ്പ കൂടെ ഉണ്ട്, ഇണ കൂടെ ഉണ്ട്, മക്കൾ കൂടെ ഉണ്ട്. ഇവർക്ക് അങ്ങോട്ട് സ്നേഹം പ്രകടിപ്പിക്കാനും ഇവരുമായിട്ടുള്ള ബന്ധങ്ങൾ നന്നാക്കാനും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ ഈ ഒരു മൊമെന്റിൽ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. എന്താണ് അള്ളാഹു തആല? അപ്പം നമുക്കറിയാം കുടുംബം എന്ന് പറഞ്ഞാൽ അപ്പം അത്രയും നമ്മുടെ പ്രതീക്ഷയാണ്, നമ്മളുടെ പിന്നെ ആശ്വാസ കേന്ദ്രമായിട്ട് മാറേണ്ട ഒന്നാണ്. നമ്മൾ ജീവിക്കുന്നതിനനുസരിച്ചിട്ടായിരിക്കും, നമ്മൾ പെരുമാറുന്നതിനനുസരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക, അതിൻ്റെ ആ ഒരു പിന്നെ ആസ്വാദനം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുക എന്നുള്ളത്. ഇപ്പോൾ സാധാരണ ചർച്ചകൾ വരാറുണ്ട്. ഇപ്പോൾ കല്യാണമൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ വിഷയത്തിൽ പ്രൊഫഷണലിസ്റ്റുകളാവുക, അല്ലെങ്കിൽ കരിയർ ഒന്ന് സെറ്റ് ആവട്ടെ, ഫിനാൻഷ്യൽ സെറ്റപ്പ് ആവട്ടെ, ആ ഒരു രീതിയിൽ എന്നിട്ട് വിവാഹം വേണ്ട എന്ന് വെക്കുന്ന കുറേ ടീം, അതേപോലെ വിവാഹം വല്ലാതെ വൈകിപ്പിക്കുന്ന ഒരു ടീം. അപ്പോൾ ഇതിലൊക്കെ കുടുംബം ഒരു ഭാരമാകുന്നുണ്ടോ എന്നുള്ള ചർച്ചാ വിഷയം വരുന്നുണ്ട്. നമുക്കറിയാം ഒരുപാട് ഇസങ്ങൾ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ലിബറലിസം, ഫെമിനിസം പോലെ. ഫെമിനിസം എന്നൊക്കെ പറയുമ്പോൾ വളരെ അപകടകരമായിട്ടുള്ള സിദ്ധാന്തങ്ങൾ, വാദങ്ങൾ അവർ ഉയർത്തുന്നുണ്ട്. വീട് ഒരു കാരാഗ്രഹവും കുട്ടികൾ ഒരു ചങ്ങലയുമാണ് എന്നുള്ള രീതിയിൽ, പ്രസവിക്കാൻ പേടിയുള്ള അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്ന അങ്ങനെ ഒരുപാട് തലമുറ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഉമ്മ ഉപ്പ എന്നുള്ള നിലയിൽ എന്താണ് കുടുംബജീവിതം എന്ന്, എന്താണ് ഇസ്ലാമികമായ കുടുംബജീവിതം എന്ന് നമ്മളെ മക്കളെ പറഞ്ഞു മനസ്സിലാക്കുകയല്ല, കാണിച്ച് പ്രാക്ടിക്കൽ സെഷൻ ആയിരിക്കണം പോരേലും. അള്ളാഹ് എങ്ങനെ എന്താണോ കുടുംബം കൊണ്ട് ഇണകൾ തമ്മിലുള്ള പെരുമാറ്റം, ഉമ്മയും ബാപ്പയും തമ്മിലുള്ള പെരുമാറ്റം, അങ്ങനെ മക്കൾ തമ്മിലുള്ള പെരുമാറ്റം, ഇത് നമുക്ക് അള്ളാഹും റസൂലും എങ്ങനെ പറഞ്ഞു ആ ഒരു രീതി നമുക്ക് ജീവിച്ചു കൊടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. രഹസ്യ ജീവിതം എന്ന് പറയുന്നത് ശരിക്കും അത് നന്നായിട്ട് നമ്മുടെ നമ്മുടെ വീട്, നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെയൊക്കെ ഒരു രഹസ്യ ജീവിതമാണ്. ഈ രഹസ്യ ജീവിതത്തിൽ നല്ല ഡീലിങ്സ് കാഴ്ചവെച്ചവർക്ക് നല്ല തലമുറകളെ സൃഷ്ടിക്കാൻ സാധിക്കും. എന്താണ് അല്ലാഹു തആല ഈ ഒരു കുടുംബം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളൊക്കെ കുടുംബജീവിതം നയിക്കുന്ന ആൾക്കാരാണ്. അള്ളാഹു നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഒരു ശ്രദ്ധേയമായ പ്രാർത്ഥനയാണ് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. നമുക്കൊക്കെ അതിൻ്റെ അർത്ഥം അറിയാം. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ ഇണകൾ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണം, ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങളുടെ മക്കളിൽ നിന്നും ഖുർറത അയ്യുൻ. എന്താണ് ഖുർറത അയ്യുൻ എന്ന് പറഞ്ഞാൽ? കൺ കുളിർമ അല്ലേ? എന്താണ് കൺകുളിർമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നന്നായിട്ട് കുട്ടിയടിച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് നടക്കുക എന്നുള്ളതാണ്? അങ്ങനെ കുട്ടികളെ കാണുക, ഇണകളെ കാണുക എന്നുള്ളതാണോ? എങ്ങനെ നടക്കുക നമ്മൾ റോഡ് സൈഡിലൂടെ ഒക്കെ പോകുന്ന സമയത്ത് അല്ല. എന്നാൽ പണ്ഡിതന്മാർ ഈ ഖുർറത അയ്യുൻ എന്നുള്ളതിന് വ്യക്തമായ എക്സ്പ്ലനേഷൻസ്, വിശദീകരണം കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ചെന്ന് മാത്രമാണ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. ഒന്ന്, യുത്തിയൗനല്ലാഹ്, അള്ളാഹുവിനെ അനുസരിക്കുന്നവരായിട്ട് മക്കളെ ഇണകളെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളെ സമാധാനത്തിന്റെ ഉറവിടം എന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അള്ളാഹനെ അനുസരിക്കുന്ന ഈ ത്വാഅത്തുള്ള ഒരു കുടുംബ സംവിധാനം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അള്ളാഹ് എൻ്റെ കൂടെയുണ്ട്. ഏതൊരു പ്രതിസന്ധി ഘട്ടം വന്നോട്ടെ, ഏതൊരു അനുകൂല ഘട്ടം വന്നോട്ടെ, ഇതിൽ രണ്ടിലും പടച്ച റബ്ബ് എന്നെ നോക്കുന്നവനാണ് എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം, അല്ലാതെ ഇപ്പോൾ നമ്മളുടെ ഒക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗം നേടുക എന്നുള്ളതാണ്. ഇപ്പോൾ സ്വർഗം, ദുനിയാവിൽ കുടുംബസമേതം സ്വർഗത്തിലെത്തണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. പലപ്പോഴും പറയാറുണ്ട്, ദുനിയാവിൽ എനിക്ക് ഓളെ കിട്ടി, എന്നാൽ പരലോകത്തെങ്കിലും എനിക്ക് വേറെ കിട്ടണം എന്ന് തമാശയായിട്ട് പറയാറുണ്ട്. പക്ഷേ നമ്മൾ ദുആ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ ലോകത്ത് കിട്ടിയതുപോലെ അവളെ അല്ലെങ്കിൽ കുടുംബസമേതം നമുക്ക് സ്വർഗത്തിൽ കൂടി ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖിന് അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ നമ്മളോട് ദുആ ചെയ്യണം എന്ന് നമ്മുടെ ഇണ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ, നമ്മുടെ മാതാപിതാക്കൾ പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഫീലിങ്സ് അവർക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. ഇനി യുത്തിയൗനല്ലാഹ്, അള്ളാഹുവിനെ അനുസരിക്കുന്നവരായിട്ട് ഒരു ടീമായിട്ട് കാണാൻ സാധിക്കുക. മറ്റൊന്ന് വയഹ്സിനുൽ ഇബാദ, നല്ല ക്വാളിറ്റിയുള്ള ഇബാദത്ത് നിർവഹിക്കുന്നവരായിട്ട് മക്കളെ ഇണകളെ കാണാൻ സാധിക്കുക. അള്ളാഹുവിനെ നമ്മൾ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു തആല നമ്മളെ സഹായിച്ചുകൊണ്ടേയിരിക്കും. എങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിനെ സഹായിക്കുക? അള്ളാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പടച്ച റബ്ബ് തന്നിട്ടുള്ള കുടുംബം കൊണ്ട് അള്ളാഹിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ഈ കുടുംബത്തിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഇസ്ലാമിക
സംവിധാനം നമ്മൾ നടത്തേണ്ടത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ശരിക്കും സഹലത്താണ്, വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ഇസ്ലാമികമായ ഒരു അന്തരീക്ഷം കുടുംബത്തിൽ നിർവഹിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നല്ല രീതിയിൽ ജമാഅത്ത് നിർവഹിക്കുന്ന, ഇനി ഉമ്മയും മക്കളൊക്കെ ആണെങ്കിൽ വീട്ടിലിരിക്കുന്ന ഒരു സമയം ഒരു ജമാഅത്തെങ്കിലും എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന ഒരു സിസ്റ്റം. ഇതേപോലെ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്, നമ്മുടെ വിശുദ്ധ ഖുർആൻ അതേപോലെ ഹദീസ് എന്ന് പറയുന്നത് കുടുംബ സംവിധാനത്തിന്റെ അസാസാവേണ്ടതുണ്ട്, അടിത്തറയാവേണ്ടതുണ്ട്. അള്ളാഹു തആല പറയുന്നുണ്ട്, വഅ്തസിമു ബിഹബ്ലില്ലാഹ്, അള്ളാഹിന്റെ കയറുകൾ മുറുകെ പിടിക്കണം. ഈ ഖുർആനും ഹദീസിലൂടെയും ആവണം നമ്മൾ നമ്മുടെ കുടുംബത്തെ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ നമ്മളെ പുരയിൽ ഇരുന്നിട്ട് പിന്നെ ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാറുണ്ട്, അല്ലെ, സോഫയിൽ ഇരുന്നിരുന്ന് സംസാരിക്കാറുണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആന് വേണ്ടി ഒരു സിറ്റിംഗ്, ഒരു ദിവസം, കുറച്ചൊരു ടൈം, മിനിറ്റുകളായിക്കോട്ടെ, എന്നാൽ നന്നായിട്ട് ഖുർആൻ വായിക്കാൻ സാധിക്കുന്ന ആൾക്കാർ അത് വായിച്ചിട്ട്, തഫ്സീർ വായിക്കാൻ കഴിയുന്നവർ, അർത്ഥം വായിക്കാൻ കഴിയുന്നവർ, അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ കഴിയുന്നവരും, ഈ മക്കളും വാപ്പയും ഒക്കെ എല്ലാവരും കൂടെ ഒന്ന് ഇരുന്നിട്ടുള്ള അങ്ങനെ ഒരു സിറ്റിംഗ് നമ്മൾ നടത്തുക എന്നുള്ളതാണ്. നമ്മുടെ കുടുംബത്തിന്റെ ഹുദയാവേണ്ടതുണ്ട് വിശുദ്ധ ഖുർആൻ. കുടുംബത്തിന്റെ ഹുദ, സമാധാനത്തിലൊരു ഇതെന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ഹുദ എന്ന് പറഞ്ഞാൽ ഗൈഡൻസ്, സന്മാർഗം. എന്തെങ്കിലും നോക്കിയിട്ട് നമ്മളെ കുടുംബത്തെ ഭരിക്കുകയല്ല ചെയ്യേണ്ടത്. വിശുദ്ധ ഖുർആൻ ആയിരിക്കണം നമ്മൾ കൊണ്ടുപോകേണ്ട ദസ്തൂർ, നമ്മളുടെ ഭരണഘടന. ആ ഭരണഘടന അനുസരിച്ചിട്ടായിരിക്കണം ജീവിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ ഒരു ഗൈഡ് നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആശ്വാസമായിരിക്കും. ഇതേപോലെ എൻ്റെ കുടുംബത്തെ ഗൈഡ് ചെയ്യാനുള്ളതാണ് ഖുർആൻ. ആ ഒരു രീതിയിൽ ഗൈഡ് ചെയ്ത് പോകണം. മക്കളെ വളർത്തുന്ന വിഷയം, തെർബിയത്തിന്റെ വിഷയം, നമ്മൾ തമ്മിലെ ഡീലിങ്സ്, ഇതൊക്കെ ആ ഒരു രീതിയിൽ ഖുർആൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടില്ലായിരുന്നു, പ്രവാചകന്റെ സ്വഭാവം ഖുർആൻ ആയിരുന്നു, അല്ലെ? അപ്പോൾ ഇതേപോലെ ഇത് ജീവിതത്തിൽ മാക്സിമം അപ്ലൈ ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, വിശുദ്ധ ഖുർആന്റെ വേറൊരു സിഫത്താണ്, അത് പിന്നെ റഹ്മത്താണെന്നുള്ളത്, അല്ലെ? റഹ്മത്ത്, കാരുണ്യം. വിശുദ്ധ ഖുർആന്റെ കാരുണ്യം നമ്മളെ കുടുംബത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, എല്ലാ ജീവികളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും അവരാഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും നുകരുന്ന ഒരു സാധനമാണ്, ഷെയർ ചെയ്യുന്ന ഒരു സാധനമാണ് പിന്നെ റഹ്മത്ത് എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി, അല്ലെ? നമ്മളൊന്ന് ജനിച്ചിട്ട് മനുഷ്യന്റെ കുഞ്ഞെന്ന് പറയുന്നത് മൃഗത്തിന്റെ കുഞ്ഞിനേക്കാൾ അശക്തനാണ്. നമ്മളൊരു സ്ഥലത്ത് നിന്ന് ഒരു ബെഡിൽ ഇപ്പുറത്തെ ബെഡിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഉമ്മയോ വാപ്പയോ അല്ലെങ്കിൽ ഏതെങ്കിലും കൈകളോ വരേണ്ടതുണ്ട്. അന്ന് അവരുടെ റഹ്മത്ത്, പടച്ചവൻ റഹ്മത്ത് അവരിലൂടെ നമുക്ക് ഇങ്ങനെ ഇറക്കി തന്നു. ഇനി വിവാഹ ജീവിതം പറഞ്ഞപ്പോഴും വച്ചാൽ ബൈനക്കും അബദ്ധത്തിൻ റഹ്മ, നിങ്ങൾക്കിടയിൽ അവൻ റഹ്മത്തിനെയും അഥവാ പിന്നെ കാരുണ്യത്തെയും പിന്നെ സ്നേഹത്തെയും ഇട്ടു തന്നു, അല്ലെ? സ്നേഹം എന്ന് പറയുന്നത് സ്വദാക്കത്തോടു കൂടിയുള്ള ഒരു ഫ്രണ്ട്ഷിപ്പോട് കൂടിയുള്ള ഒരു സ്നേഹമാണ്. അപ്പൊ ഇവിടെയും പടച്ച റബ്ബ് റഹ്മത്തിനെ പറഞ്ഞു. ഇനി മാതാപിതാക്കൾക്ക് വേണ്ടി ഇതിലുള്ള ദുആയിൽ അവരോട് കാരുണ്യം കാണിക്കണം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം റഹ്മ, അല്ലെ? കാരുണ്യത്തിന്റെ ചിറകുകൾ താഴ്ത്തി കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്താ, അവർക്ക് അവൈലബിൾ ആവണം, അല്ലെ? നമ്മൾ എവിടെ പോയാലും ഒരു കോളിങ്ങിലൂടെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മുടെ മനസ്സിൽ ഒരു പ്രിയോറിറ്റി കൊടുക്കേണ്ടതുണ്ട് അവർക്ക്. അങ്ങനെ റഹ്മത്ത്, അല്ല അവരെ അവഗണിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാവാൻ പാടില്ല. ഈ ഒരു രീതിയിൽ റഹ്മത്ത് ചൊല്ലേണ്ട ആൾക്കാരാണ്. ഇനി അവർക്ക് വേണ്ടിയിട്ടുള്ള ദുആയിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ള റഹ്മത്തിനെ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനി സ്വൈറ, പഠിച്ച റബ്ബെ ചെറുപ്പത്തിൽ അവർ എന്നോട് കാരുണ്യം കാണിച്ചതുപോലെ അവരോട് നീ റഹ്മത്ത് കാണിക്കും. അപ്പൊ ഞാൻ റഹ്മത്ത് എന്ന് പറഞ്ഞ ക്വാളിറ്റി എന്ന് പറയുന്നത് കുടുംബത്തിൽ നമ്മൾ പിന്നെ നമ്മളെ കുട്ടി തെറ്റ് ചെയ്യുന്ന സമയത്ത് പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. വേറെ ആൾക്കാർ ചെയ്താൽ ചിലപ്പോൾ നമുക്ക് അത്ര വലുതുണ്ടാവില്ല, പക്ഷെ കുട്ടി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാ പ്രഷറും വെച്ചിട്ടായിട്ട് നമ്മൾ പെരുമാറാം, അല്ലെ? എന്നാൽ ഇവിടെയും റഹ്മത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഓരോ ആൾക്കാർക്കും അത് അതിന്റെ വിവേകത്തോടു കൂടി കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്, അതിന്റെ എല്ലാവിധ ആ ഒരു റൂൾ അനുസരിച്ചുകൊണ്ട്. പിന്നെ ഇതേപോലെ തന്നെ ഖുർആന്റെ മറ്റൊരു പിന്നെ ഒരു സിഫത്താണ് നൂർ എന്നുള്ളത്, അതായത് ലൈറ്റാണ്. നമ്മളെ കുടുംബത്തിന്റെ ലൈറ്റ് ആവേണ്ടതുണ്ട് ഖുർആൻ. അതൊരു വോൾട്ടേജ് ഇല്ലാതെയോ അല്ലെങ്കിൽ ഒരു ഡിം ലൈറ്റ് പോലെയോ കത്തിയാൽ പോരാ, നമുക്കതിൻ്റെ ഫുൾ ബ്രൈറ്റ്നെസ്സോട് കൂടിയിട്ട് അനുഭവിക്കാൻ സാധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് ജീവിതത്തിൽ അണിയുകയും ചെയ്യുന്ന ഒരു ടീമാവേണ്ടതുണ്ട്. സാധാരണ നമ്മുടെ സൊസൈറ്റിയിൽ പല രീതിയിലുള്ള കുടുംബങ്ങളുണ്ട്. അതായത് വിശുദ്ധ ഖുർആൻ ഒരു ഷോക്കേസിലുള്ള ഒരു ഗ്രന്ഥം മാത്രമായിട്ട് കണക്കാക്കുന്ന ഒരു ടീം. രണ്ടാമത്തെ ഒരു ടീം എന്ന് പറയുന്നത് അതൊന്ന് വായിച്ച് അതിൻ്റെ ഖത്തം വായന, ഒരു റീഡിങ്, അറബിക് റീഡിങ് എന്നുള്ളത്, അറബി വായന എന്നുള്ളതിലുപരിയായിട്ട് വേറൊന്നും ചെയ്യാൻ അള്ളാഹ് എന്താണ് എന്നോട് അതിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് അറിയാൻ കഴിയാത്ത ആൾക്കാർ. മൂന്നാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് ഖുർആൻ കുറച്ചൊക്കെ അറിയാം, അവനവന് വേണ്ടിയത് എടുക്കും, അവനവന് വേണ്ടാത്തത് കഴിയാത്തത് അല്ലെങ്കിൽ തള്ളും, നമുക്ക് സാധിക്കാത്തത് തള്ളുന്നൊരു ടീം. നാലാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് ശരിക്കും അതിൻ്റെ ഉള്ളിൽ ഇറങ്ങുകയും അതിൻ്റെ മുത്തും പവിഴങ്ങനെ എടുക്കുന്ന ഒരു ടീമാണ്. വിശുദ്ധ ഖുർആൻ വായിക്കുകയും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയും അതിൻ്റെ തഫ്സീർ വായിക്കുകയും അത് ജീവിതത്തിൽ ആസ്വദിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ഒരു ടീം. ഇതിൽ പെടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് കുടുംബസമയം. അതിനുള്ളൊരു ശ്രമം നമ്മൾ നടത്തുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ ഇതിലുപരിയായിട്ട് കാണുന്ന സമയത്ത്, മക്കളെ കാണുന്ന സമയത്ത്, ഇണകളെ കാണുന്ന സമയത്ത് വീട്ടിൽ നമുക്ക് ഇതുണ്ടാവേണ്ടതുണ്ട്, സമാധാനം ഉണ്ടാവേണ്ടതുണ്ട്. ആ ഒരു സന്തോഷം നമുക്ക് ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു സന്തോഷം കൊടുക്കാൻ സാധിക്കുക.
മുഖപ്രസന്നത എന്ന് പറയുന്നത് ഒരു സ്വതക്കയാണ് അല്ലെ. ഒരു പുഞ്ചിരി എന്ന് പറഞ്ഞാൽ എന്താണ്, ശരിക്കും ഒരു സ്വതക്കയാണ്. ഇതൊക്കെ നമ്മളെ ലൈഫിൽ ഇത് നമ്മളിങ്ങനെ മുഖം കയറ്റി ഇങ്ങനെ വെച്ച് നിൽക്കുകയാണെങ്കിൽ വീട്ടിൽ എന്തായിരിക്കും അവസ്ഥ അല്ലെ. ആരും നമ്മളടുത്തേക്ക് ഒന്ന് ഓപ്പൺ ആയിട്ട് വരണം എന്നില്ല. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. എൻ്റെ മുഖം, എൻ്റെ പെരുമാറ്റം, ഇത് ഓരോ ആളുകളും, ഉമ്മയായാലും പാപ്പയായാലും മക്കളായാലും എങ്ങനെ ഭംഗിയായിട്ട് ഞാൻ അലങ്കരിക്കുന്ന സ്ഥാനം എത്ര ഭംഗിയായിട്ട് അലങ്കരിക്കാൻ പറ്റുമോ ആ ഒരു രീതിയിൽ ജീവിക്കാൻ സാധിക്കുക. ഇനി ആ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. എന്താണ്? അല്ലാഹുവേ ഞങ്ങളെ മുത്തഖീങ്ങൾക്ക് ഇമാമിയങ്ങളാക്കണം. എന്താ മുത്തഖി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂക്ഷ്മത പാലിക്കുന്ന ആൾക്കാർ. ഒന്ന് ആലോചിച്ച് നോക്കി, അല്ലാഹു തആല നമ്മളോട് അവിടെ ദുആ ചെയ്യാൻ പറഞ്ഞൊരു കാര്യം ഞങ്ങളെ മുത്തഖീങ്ങളാക്കണേ എന്നല്ല, മുത്തഖീങ്ങൾക്ക് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ലീഡേഴ്സ് ആക്കണേ എന്നുള്ളതാണ്. ലീഡേഴ്സ് ആക്കണം. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മൾ ഉയരേണ്ടത് ഈ പ്രാർത്ഥന വെച്ച് നോക്കുമ്പോൾ. അതേപോലെ അതിൻ്റെ പുറത്തായി ഒരു ഭാഗം കൂടി പറയാൻ വിട്ടു, വലാ യജുറു സയ്യിആത്ത് എന്നുള്ളത്. നമ്മളെ കുടുംബത്തിൽ ഇപ്പോഴത്തെ ട്രെൻഡ് എന്നും സ്റ്റൈൽ എന്നും പറഞ്ഞിട്ട് പല കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട് സമൂഹത്തിൽ അല്ലേ. ഓരത് ചെയ്യുന്നുണ്ട്, അപ്പം നമ്മളും ചെയ്യട്ടെ. എന്തൊക്കെ കല്യാണം വരുന്ന സമയത്ത് അത്തരം കാര്യങ്ങൾ നമ്മളെ കുടുംബത്തിലേക്ക് അല്ല, ഒരു ദിവസമൊന്നുമല്ല ഇപ്പോൾ കല്യാണം, ഇഷ്ടംപോലെ പല ആളുകളുടെ സംസ്കാരങ്ങളും കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ശരിക്കും നിക്കാഹ് എന്നൊക്കെ പറഞ്ഞാൽ അള്ളാന്റെ മലക്കുകളുടെ ആ ഒരു സാന്നിധ്യമുള്ള സദസ്സാണ്. അതിനെ വല്ലാതെ അലങ്കോലപ്പെടുത്തുന്ന രീതിയിൽ ഒരു പ്രിപ്പറേഷൻസ് ആണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ശരിക്കും വിവാഹത്തിന് ശേഷമുള്ള ജീവിതത്തിൽ നമ്മളിങ്ങനെ വിചാരിക്കുകയാണ് ഇതൊക്കെ എങ്ങനെയൊക്കെ നടത്തി, ഇത് അള്ളയും റസൂലും പറഞ്ഞ കാര്യമാണോ? നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. എല്ലാവരും ഇപ്പം നടക്കുന്നതല്ലേ, ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്, ഇത് നടത്തിയിട്ട് ഈ മോശമാണ് എന്നല്ല. നമ്മൾ അള്ളാഹുവിൻ്റെ ഹൈറും ബർക്കത്തും കുടുംബ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അനാചാരങ്ങൾക്കിടയിൽ നമ്മൾ ബോധവാന്മാരാകുക. നമ്മളെ കുടുംബത്തിൽ നമുക്ക് നടത്തിക്കൂടെ? വേറെ എവിടെയും നമുക്ക് പറയേണ്ട ആവശ്യമില്ല. നമ്മളുടെ കുടുംബത്തിൽ നമുക്ക് വോയിസ് ഇല്ലേ? ഇത് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു തആല ഈ ജീവിക്കാൻ പോകുന്ന മക്കളുടെ ജീവിതത്തിൽ അള്ളാഹു ഹൈറും ബർക്കത്തും ഇൻഷാ അല്ലാഹ് പ്രദാനം ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ പടച്ച റബ്ബിന് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് ജീവിക്കാൻ, വിവാഹങ്ങൾ നടത്താൻ, ആഘോഷങ്ങളായാലും ഒന്നും അതിര് കവിയാൻ പാടില്ല. ഒരു മുത്തവസ്സിത്തായിട്ട് ഒരു ലളിതമായ രീതിയിൽ, ഒരു മധ്യമായ രീതിയിൽ എല്ലാം നിർവഹിക്കാൻ സാധിക്കേണ്ടതുണ്ട്. കാരണം റബ്ബ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ കുടുംബം അല്ലേ. അള്ളാഹിൻ്റെ സഹായം എനിക്ക് ഇനിയും വേണം. അള്ളാഹ് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ദൂർത്തും കാര്യങ്ങളും വെച്ചുകൊണ്ട് ജീവിക്കേണ്ട ആൾക്കാരല്ല നമ്മൾ. ഇതേപോലെ തന്നെയാണ് നമ്മുടെയൊക്കെ വീടുകളിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന നമ്മുടെ മക്കൾ, ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും, പ്രത്യേകിച്ച് പെൺകുട്ടികളായാലും. ഇന്ന് ശരിക്കും നമുക്ക് എന്താണ് ഒരു പെണ്ണിൻ്റെ വേഷവിധാനം എന്ന് പോലും പലപ്പോഴും ഉമ്മമാർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കാത്തൊരവസ്ഥ. അല്ലെങ്കിൽ കുട്ടികളിങ്ങനെ അവരവരുടെ ഇഷ്ടമാണല്ലോ ആ ഒരു രീതിയിൽ പോകാം. എന്നാൽ ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ആൾക്കാരാണ് നമ്മൾ അല്ലേ. നമ്മൾ സാധാരണ പറയാറുണ്ട് ഇപ്പോഴത്തെ മക്കൾ പോരാന്ന് പറയാറുണ്ട്. എന്നാൽ ആലോചിച്ച് ഇപ്പോഴത്തെ അമ്മമാർ പോരാ, അല്ലെങ്കിൽ ബാപ്പമാർ പോരാ, അല്ലെങ്കിൽ കുറച്ചൊന്നും അയവാണെന്ന് നമ്മൾ പലപ്പോഴും പറയാറില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഷൗക്കിയുടെ ഒരു കവിതയുണ്ട്, അതായത് വാപ്പ മരിച്ച ഒരാളല്ല അനാഥ. അറിവിലും സംസ്കാരത്തിലും ആർക്ക് അനാഥത്വം അനുഭവിച്ചിട്ടുണ്ടോ അവരാണ് യഥാർത്ഥ അനാഥ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ജീവിച്ചിരിക്കുക, നമ്മളെ കുട്ടികൾ ഇന്ന വിഷയത്തിൽ അനാഥരാവാൻ പാടില്ല. ശരിക്കും പണ്ഡിതന്മാർ ഈ ഇൽമ് നന്നായിട്ട് മക്കൾക്ക് കൊടുക്കേണ്ടതുണ്ട്. നമുക്ക് സമാധാനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇൽമ്, കാരണം നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ സ്വാലിഹായ ഒരു കുട്ടീൻ്റെ പ്രാർത്ഥനയാണ് നമ്മുടെ ഖബറിലേക്ക് ഇങ്ങനെ വരിക. നമുക്ക് പിന്നെ കർമ്മങ്ങളൊന്നും ചെയ്യാനുള്ള അവസ്ഥയില്ല, അല്ലെങ്കിൽ അവസരമില്ല. ഇതിൽ കുറച്ച് കാര്യങ്ങൾ സ്വതക്കജാരിയായിട്ട് വരുന്നുണ്ട്. അതിലൊന്നാണ് നമ്മളെ കുട്ടീൻ്റെ പ്രാർത്ഥന, നമ്മളെ ഖബർ വിശാലാക്കി തരാനും നമ്മളെ സ്വർഗത്തിൻ്റെ ദർജകൾ ഉയർത്തിക്കൊണ്ടുവരാനും. അപ്പോൾ ആ കുട്ടീനെ ആ ഒരു രീതിയിൽ നമ്മൾ ദുനിയവിയായിട്ട് എല്ലാ വിദ്യാഭ്യാസവും കൊടുക്കുന്നതോടൊപ്പം അതിനേക്കാൾ പ്രിയോറിറ്റി കൊടുക്കേണ്ട ഒരു കാര്യമാണ് അള്ളാഹിനെ കുറിച്ചിട്ടുള്ള അറിവ് എന്ന് പറയുന്നത്. പണ്ഡിതന്മാർ ശരിക്കും അറിവിനെ 3ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. ഒന്ന് അൽ ഇൽമുൽ അഅ്ല, ഉന്നതമായ വിദ്യാഭ്യാസം. അതെന്ന് പറയുന്നത് നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ള റബ്ബിനെ അറിയുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് അൽ ഇൽമുൽ ഔസത്ത്, മധ്യനിലയിലുള്ള വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് നേടുന്ന നമ്മളെ കുട്ടികൾക്ക് കൊടുക്കുന്ന പ്രൊഫഷണൽ കോഴ്സുകൾ, എഞ്ചിനീയറിംഗ്, മെഡിസിൻ, അങ്ങനെയുള്ള ഒരുപാട് ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ. ഇത് മധ്യക്കിടയിലുള്ള വിദ്യാഭ്യാസമാണ്. അൽ ഇൽമുൽ അസ്ഫൽ, ഏറ്റവും താഴേക്കിടയിലുള്ള വിദ്യാഭ്യാസം. ഇത് കൈത്തൊഴിലുകൾ, ക്രാഫ്റ്റ് മേഖലകൾ, നീന്തൽ, ഡ്രൈവിംഗ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്താണ് ഏറ്റവും താഴേക്കിടയിലുള്ള വിദ്യാഭ്യാസം. ഒന്ന് ആലോചിച്ച് നമ്മളെ കുട്ടികൾക്ക് ഇതിന് ഏതാണ് പ്രിയോറിറ്റി കൊടുക്കുന്നത്? ഇൽമുൽ അഅ്ല, ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസം. അള്ളാഹ് ഉണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ അള്ളാഹ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്നുള്ളൊരു ഫീലിംഗ് നമ്മുടെ മനസ്സിൽ നമുക്കുണ്ടാവണം, നമ്മളെ കുട്ടികൾക്ക് ഉണ്ടാകണം.
അപ്പം അള്ളാഹിനെ കുറിച്ചിട്ട് ഇവിടെ വന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പറയാൻ കഴിയും അല്ലേ? പക്ഷെ അള്ളാഹ് കാണുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും റബ്ബ് കാണുന്നുണ്ട് എന്നുള്ള, റബ്ബ് അറിയുന്നുണ്ട്. റബ്ബിൻ്റെ കൺവെട്ടിച്ച് എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, അള്ളാഹിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ ഈ പറയുന്നത് പഠിച്ചവർക്ക് ഇഷ്ടമുള്ളതാണോ എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ട് അത് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ അള്ളാഹിനെ അറിയുക എന്നുള്ളത്. അപ്പോൾ അൽ ഇൽമുൽ അഅ്ലക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ കുട്ടികൾക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസത്തിന് നല്ല പ്രയോറിറ്റി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാം. പിന്നെ ഡ്രസ്സിങ്ങിൻ്റെ വിഷയമാണെങ്കിൽ ഇപ്പോൾ നമ്മൾ വല്ലാതെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡാണ് അല്ലേ? ആൺകുട്ടികളുടെ വേഷം പെൺകുട്ടികൾ ധരിച്ചുകൊണ്ടിരിക്കുക. ശരിക്കും എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അത് മാത്രമല്ല, ഒരുപാട് മോഡലുകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മുഖവും മുൻകൈയും ഒഴിച്ചിട്ടുള്ള ബാക്കി ഭാഗങ്ങൾ സ്ത്രീകൾ നിർബന്ധമായിട്ട് മറച്ചിരിക്കേണ്ട ഭാഗമാണ് അല്ലേ? അപ്പോൾ അത് നമ്മൾ ഉമ്മമാർ കണ്ണാടിന് മുന്നിൽ നിൽക്കുന്ന മക്കളെ ഒരുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇതേപോലെ നമ്മളെ മുടി ഇപ്പോൾ ഒരുപാട് ട്രെൻഡാണ്. സ്കൂളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ട്രെൻഡ് മനസ്സിലാവും അല്ലേ? ശരിക്കും ഇവിടെ ഇത്രയും ഇങ്ങനെ കാണിച്ചിട്ട്, മുടിയൊക്കെ കാണിച്ചിട്ട് ഇവിടെ അങ്ങനെ കിട്ടും, അല്ലെങ്കിൽ തലയിൽ സാഫ് ഇല്ലാത്തൊരവസ്ഥ. ഇനി മുഖമക്കണികൾ നിങ്ങൾ മാറിലൂടെ താഴ്ത്തിയിടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പലപ്പോഴും നമുക്കൊരു ഷോൾ അത് എത്ര റോൾ ചെയ്ത് പിന്നെ എത്ര ചെറുതാക്കാൻ പറ്റുമോ അത് അത്രയും ചെറുതാക്കിയിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണത്. നമ്മളെ കുട്ടികളെ പറഞ്ഞയക്കുന്ന സമയത്ത് ശരിക്കും ഇത് സ്ത്രീകളുടെ എത്ര ഭാഗങ്ങൾ കാണുന്ന സമയത്ത് ശരിക്കും ആ ഒരു ഭാഗങ്ങൾ കാണുന്ന സമയത്ത് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺ പുരുഷനിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഇതൊക്കെ ബയോളജിക്കലായിട്ട് നമ്മൾ പിന്നീട് അറിഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മളുടെ ബയോളജി അറിയുന്ന, നമ്മുടെ ജീവശാസ്ത്രം അറിയുന്ന റബ്ബ് ആ ഒരു രീതിയിൽ നിങ്ങളെ മുഖമക്കനുകൾ മാറിലേക്ക് താഴ്ത്തിയിടണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്പം തന്നെ പിന്നെ അതിൽ ഡെഡിക്കേറ്റഡ് ആണ്. അപ്പം തന്നെ കീഴൊതുങ്ങാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ അതായിരുന്നു സ്വഹാബി വനിതകൾ. ഒരു ആയത്ത് ഇറങ്ങുകയാണെങ്കിൽ അവർ ആ ഒരു സമയം അത് ജീവിതത്തിൽ പിന്നെ പ്രാവർത്തികമാക്കുക എന്നുള്ള രീതി അത്രത്തോളം നമ്മുടെ ഈമാൻ ഉയരേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇനി വിവാഹം എന്ന് പറയുന്നത് ശരിക്കും ഒരു കുടുംബത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആദ്യത്തെ ഒരു കർമ്മമാണല്ലോ വിവാഹം എന്നത്. അല്ലാഹു തആല വളരെ മനോഹരമായ രീതിയിലാണ് വിവാഹത്തെ പരിചയപ്പെടുത്തുന്നത്. വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ രണ്ട് ഇമോഷൻസ് അള്ളാഹു തരുന്നുണ്ട്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ മവദ്ദത്തും റഹ്മത്തും, സ്നേഹവും കാരുണ്യവും. ഇനിയോ മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത് ലിതസ്കുനു ഇലൈഹ, അങ്ങോട്ട് സമാധാനത്തോട് കൂടിയിട്ട് ഇടപഴകാൻ വേണ്ടിയിട്ട്, സമാധാനം കൊള്ളാൻ വേണ്ടിയിട്ട്. അപ്പോൾ വിവാഹം കൊണ്ട് നമ്മളൊരു ചിലപ്പോൾ ഒരാൾ പിന്നെ വിവാഹം കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് ഈ ക്വാളിറ്റീസ് നമുക്ക് കിട്ടണം എന്നില്ല. എന്നാൽ അത് ഇസ്ലാമികമായി അള്ളാഹ് പറഞ്ഞ രീതിയിൽ ആണ്, പടച്ച റബ്ബിൽ അനുസരിച്ചു കൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിതം നയിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ക്വാളിറ്റികളൊക്കെ ഇൻഷാ അള്ളാഹ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുതരും എന്നുള്ളതാണ്. അതേപോലെ പിന്നെ വളരെ മനോഹരമായിട്ടുള്ളൊരു കാര്യമാണ് ജീവിതത്തിലുള്ള രഹസ്യ ജീവിതം എന്ന് പറഞ്ഞാൽ ജീവിത ശുദ്ധി കാത്തുരക്ഷിക്കുക എന്നുള്ളത്. ഇന്ന് പലപ്പോഴും നമുക്കറിയാം രഹസ്യ ജീവിതം വല്ലാതെ പല ആളുകളുടെയും, നമ്മളൊക്കെ ആലോചിച്ച് നോക്കാം. നമ്മൾ ഒരിക്കൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസിൻ്റെ അടുക്കൽ ഒരു കവി നിന്നിട്ട് ഇങ്ങനെ പാടുകയാണ്. അദ്ദേഹത്തെ ഇങ്ങനെ പുകഴ്ത്തി പാടിക്കൊണ്ടിരിക്കുക. അന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഖലീഫമാരൊക്കെ ഇങ്ങനെ പുകഴ്ത്തി പാടുന്ന സമയത്ത് അവരെന്തെങ്കിലും ഹദിയ, എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കും. അപ്പോൾ ഇതിനു വേണ്ടി ഇങ്ങനെ പുകഴ്ത്തി പാടുക. അപ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് ഇദ്ദേഹത്തോട് പറഞ്ഞു, മതി സുഹൃത്തെ, താങ്കൾ ഇനി എന്നെക്കുറിച്ച് പാടേണ്ടതില്ല. കാരണം എന്നെക്കുറിച്ച് താങ്കളെക്കാൾ നന്നായിട്ട് അറിയുന്നവൻ ഞാനാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊക്കെ അറിയാം, നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ഓന് നല്ലോളാണ് എന്ന് ആളുകൾ ഇടുന്ന മാർക്കല്ല, ശരിക്കും സത്യസന്ധമായ മാർക്ക്. എൻ്റെ രഹസ്യ ജീവിതം നന്നാക്കുക എന്നുള്ളത് കുടുംബജീവിതത്തിൽ സമാധാനം ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണ്. ഇതല്ലാതെ ഇന്ന് പലപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ ഇണയോട് മാത്രമേ നമ്മൾ പ്രണയം ഉണ്ടാവാൻ പാടുള്ളൂ. ഒരുപാട് ഇസങ്ങൾ, അതേപോലെ ഒരുപാട് റിലേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ലിവിങ് ടുഗദർ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അല്ലേ? അതായത് ഒരു നിക്കാഹിൻ്റെ ഉടമ്പടി ഇല്ലാതെ, വിവാഹമില്ലാതെ നമുക്കിങ്ങനെ തോന്നിയ രീതിയിൽ ജീവിക്കുക. എപ്പോഴാണോ അടുത്ത് കഴിയുന്നത് അപ്പം പിരിയുക, ഒരു കമ്മിറ്റ്മെൻറ്റ് ഇല്ലാതെ. അത് വന്നിപ്പോൾ സിറ്റുവേഷൻഷിപ്പാണ്. ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ അടുത്ത് നമ്മളൊരു ക്ലാസ്സിന് പോയപ്പോൾ കുട്ടികൾ ഇങ്ങോട്ട് പറഞ്ഞൊരു കാര്യം, സിറ്റുവേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം നടക്കുന്നുണ്ട് ക്യാമ്പസുകളിലൊക്കെ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, പിന്നെ ഇപ്പോൾ എൻ്റെ ഇമോഷൻ, ഇപ്പോൾ എന്താണോ എനിക്ക് വികാരം അത് ഇപ്പം ചെയ്യാം, വേറൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. ഈ തോന്നുന്ന സമയത്ത് എന്താണോ ചെയ്യാൻ പറ്റുക അത് ചെയ്യാം, അത് കഴിഞ്ഞു. അത്രയും നിസ്സാരമാകും സിറ്റുവേഷൻഷിപ്സ്. ഇനിയോ ലെസ്ബിയൻ കപ്പിൾസ് നമ്മൾ കേട്ടിട്ടുണ്ട്. ആണും പെണ്ണും എനിക്ക് അങ്ങനെയാണ് വികാരം തോന്നുന്നത്, അങ്ങനെയാണ് എൻ്റെ ഇമോഷൻസ്, അപ്പോൾ അതനുസരിച്ചിട്ട് ജീവിക്കാനുള്ള ഫ്രീഡം എനിക്ക് വേണം എന്നുള്ള രീതിയിൽ ജീവിക്കുക. ഇനിയോ വി ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് മാരീഡ്, ഞങ്ങൾക്ക് വിവാഹം തന്നെ വേണ്ട എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ. വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയം. ഇന്നത്തെ നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ ശരിക്കും കുടുംബ സംവിധാനത്തെ തകർക്കുന്ന ഒരുപാട് പരിപാടികൾ ഇങ്ങനെ അവർ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ യൂട്യൂബ് ചാനലുകളിൽ ഇപ്പം നമുക്കറിയാം, സോഷ്യൽ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞിട്ട് ഇൻ്റർവ്യൂ എടുക്കുന്ന ആൾക്കാർ ആരെയാണ് കൊണ്ടിരിക്കുന്നത്?
അല്ലേ? നല്ല ഒരാണും പെണ്ണും കപ്പിൾസ് ആണെന്ന് പറയും, ഒരു ഇതും ചെയ്തിട്ടില്ല, പക്ക വ്യഭിചാരം ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ? അങ്ങനെയുള്ള ടീമിനെ കൊണ്ടുപോയിട്ട് ഇരുത്തിയിട്ട് ഇവരെങ്ങനെ ഇന്റർവ്യൂ ചെയ്യാം, ഞങ്ങൾ ഇങ്ങനെയാണ് ഒളിച്ചോടി പോയിട്ടുള്ളത്, ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്തത്, അങ്ങനെയാണ് ചെയ്തത്. ഇതൊക്കെ കാണുന്ന നമ്മുടെ മക്കള് ഇസ്ലാമികമായിട്ടൊരു ബോധം, അള്ള എന്തെന്നുള്ളൊരു ബോധം നമ്മൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പെടാനിരിക്കും. ഇതൊക്കെ അവസാനം എവിടെ എത്തുന്നത്? ഒരു കുടുംബ തകർച്ചയിലേക്കും ഒരു ആത്മഹത്യയിലേക്കും ഒരു കൊലപാതകത്തിലേക്കൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ക്ലൈമാക്സ് എത്തിപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് റബ്ബ് ഫസ്റ്റ് തന്നെ അതിൻ്റെ ഒരു ഡോർ ക്ലോസ് ചെയ്തത്. വലാ തഖ്റബു സിന, നിങ്ങൾ സിനയോട് അടുക്കരുത്. സിന എന്ന് പറഞ്ഞാൽ വ്യഭിചാരം. നിങ്ങൾ വ്യഭിചാരം ചെയ്യരുത് എന്നല്ല അള്ളാഹ് പറഞ്ഞിട്ടുള്ളത്, അതിനോട് അടുക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആലോചിക്കാം, പിന്നെ ഓരോ കണ്ണിനും ഒരു വ്യഭിചാരമുണ്ട്, കേൾവിക്ക് വ്യഭിചാരമുണ്ട്, അങ്ങനെ ഓരോ അവയവത്തിനും വ്യഭിചാരമുണ്ട്. ജസ്റ്റ് ഒരു ചാറ്റിങ്ങിലായിരിക്കും തുടങ്ങിയിട്ടുള്ളത്, അവസാനം അത് ചീറ്റിങ്ങും ഇതേപോലെയുള്ള ജീവിതം തന്നെ നഷ്ടപ്പെടുന്ന, കൈവിട്ട് പോകുന്ന കേസായിട്ട് പോകുന്ന അവസ്ഥാവിശേഷം. ഇനിയോ ഇണകളുണ്ടായിട്ടും മക്കളുണ്ടായിട്ടും ഇതേ രീതിയിൽ വേറൊരു രസം തേടി പോകുന്ന ഒരുപാട് നമ്മളൊന്നും വിചാരിക്കാത്ത ആളുകൾ പോലും ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ എത്തിപ്പെടുന്ന രീതി. അതുകൊണ്ട് തന്നെ അള്ളാഹ് പറഞ്ഞത് നിങ്ങളെ കണ്ണുകൾ താഴ്ത്തണം. നിങ്ങൾ ആണിനോടും പെണ്ണിനോടും പറഞ്ഞിട്ടുള്ളത് ഒരു നോട്ടത്തിലേറെ നോക്കരുത്. ഒരാണും പെണ്ണും ഒരിക്കലും ഒറ്റക്കാവാൻ പാടില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ മക്കൾക്കും നമ്മളൊക്കെ ജീവിതത്തിൽ റൂൾസ് പാലിക്കേണ്ടതാണ്. ഇതൊക്കെ പടച്ച റബ്ബ് എന്തിനാ തന്നിട്ടുള്ളത്? നമ്മളോടുള്ള സ്നേഹത്തിന്റെ പേരിലാണ്, അല്ലാതെ നമ്മൾ വല്ലാതെ കുടിസാക്കല്ല. അതൊക്കെ ലംഘിച്ചതിന്റെ പേരിലുള്ള പല കേസുകളും നമ്മളിന്ന് സോഷ്യൽ മീഡിയയിലും മറ്റുമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ കുടുംബത്തിലുള്ള ഓരോ ബന്ധങ്ങളും, ഇസ്ലാം എന്ന് പറയുന്നത് ബന്ധങ്ങൾക്ക് അങ്ങേയറ്റം പ്രാധാന്യം കൊടുത്തിട്ടുള്ള മതമാണ്. അയൽപ്പക്ക ബന്ധമുണ്ട്, സാമൂഹിക ബന്ധമുണ്ട്, നമുക്ക് ഇഷ്ടംപോലെ ഗ്രൂപ്പുകളാണ് അല്ലേ? നമ്മുടെ ഗ്രൂപ്പ് പിന്നെ ഇതിലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ, വാട്സപ്പിലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഡിഗ്രി ബാച്ച് ഉണ്ടാകും, SSLC ബാച്ച് ഉണ്ടാകും, അല്ലെങ്കിൽ നാട്ടുകൂട്ടം, അയൽക്കൂട്ടം, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് സോഷ്യൽ വർക്കേഴ്സിന് അങ്ങനെ ഇഷ്ടംപോലെ ബാച്ച് ഉണ്ട്. നമ്മുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ഞാനുങ്ങളൊക്കെ ജനിച്ചിട്ടുള്ള കുടുംബം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ ഇപ്പോൾ എത്ര വയസ്സുണ്ടോ അത്രയും കാലം നമ്മുടെ കൂടെയുള്ള ഒരു ടീമാണ്. ഇനി നമ്മുടെ ഇണയുടെ കുടുംബം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു തആല മഹറൂട്ടി പഠിക്കാമെന്ന് നമ്മൾ പറയല്ലോ, പടച്ചറബ് സെലക്ട് ചെയ്തിട്ടില്ല ആ ഒരു രീതിയിൽ ലയിച്ചു ചേരാനുള്ള ഒരു കുടുംബം കൂടിയാണ് സിവാജ് എന്ന് പറഞ്ഞതാണ്. ശരിക്കും നമുക്ക് ലയിച്ചു ചേരാൻ, ഒരുമിച്ച് ചേരാൻ ഉള്ള ഒരു ടീം, അങ്ങനെ രണ്ട് ഫാമിലി കൂടി ഒരുമിച്ച് കൂടുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരെ കുറിച്ചിട്ട് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാണ് ഉമ്മ എന്നുള്ളത്, ഉപ്പ ഉമ്മ എന്നൊക്കെ പറയുന്നത്. എൻ്റെ ഒരാഴ്ച നമ്മൾ നേരത്തെ പറഞ്ഞു, അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം ഉമ്മയോടും അപ്പയോടും പിന്നെ ഇഹ്സാൻ ചെയ്യുക. നിർത്താനായിണോ? ആയില്ലല്ലോ. ഇഹ്സാൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത്രയും നമ്മുടെ കുടുംബത്തിലുള്ള ഒരു പ്രഷ്യസ് ആയിട്ടുള്ള രണ്ട് വ്യക്തിത്വങ്ങളാണ് അവർ, ഉമ്മയായാലും വാപ്പയായാലും. നമുക്കറിയാം ഉമ്മന്റെ മഹത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മ വിശുദ്ധ ഖുർആനിൽ അല്ലെങ്കിൽ പ്രവാചകന്റെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മന്റെ കാലടി ചുവട്ടിലാണ് സ്വർഗം എന്ന് പറയുന്നുണ്ട്. അതേപോലെ വാപ്പ എന്ന് പറയുന്നത് അൽ വാലിദു ഔസത്ത് അബ്വാബിൽ ജന്ന ഫഇൻ ശിഅത ഫഹാഫിൽ അലൽ ബാബ് ഔ വയ്യ എന്നുള്ളതാണ്. വാപ്പ എന്ന് പറയുന്നത് നമ്മുടെ സ്വർഗത്തിന്റെ മധ്യത്തിലുള്ള ഒരു വാതിലാണ്. നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനെ നീ പ്രൊട്ടക്ട് ചെയ്യണം, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്നില്ല. അപ്പോൾ ഇന്ന് അവർ നമ്മുടെ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇഹ്സാൻ ചെയ്യുക, എത്രത്തോളം അവരെ സന്തോഷിപ്പിക്കാൻ പറ്റും പരിഗണിക്കുക. പലപ്പോഴും അവഗണന നേരിടുന്ന പല മാതാപിതാക്കളെ കാണാൻ സാധിക്കും. പക്ഷെ പരിഗണിക്കുക, നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ചിലപ്പോൾ ഒരു അഭിപ്രായം കൂടി പറയാനുണ്ടാവില്ല, എന്നാലും അതിങ്ങനെ ചെയ്യല്ലമ്മ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യല്ലപ്പ എന്നുള്ള രീതി, അത് മക്കളായാലും മരുമക്കളായാലും ഒക്കെ ആ ഒരു രീതിയിൽ അവരെ കെയർ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മളിങ്ങനെ ഫുട്ബോൾ ഇങ്ങനെ തട്ടണ പോലെ ഇതിലൊരു മത്സരം ഉണ്ടാവാൻ പറ്റില്ല. മത്സരം വേണം, എങ്ങനെ ഞാൻ നോക്കും എന്നുള്ളത്. കുറേ മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓന് നോക്കിക്കോട്ടെ അല്ലെങ്കിൽ ഓന് നോക്കിക്കോട്ടെ എന്നുള്ള രീതിയിലല്ല ഉമ്മയും ബാപ്പയും നമ്മൾ പരിഗണിക്കേണ്ടത്. പടച്ച റബ്ബ് എനിക്ക് വേണ്ടിയിട്ട് സ്വർഗം നേടാനുള്ള ഓരോ ചാൻസാണ്. നമുക്ക് ഇങ്ങനെ ഓരോ ടെസ്റ്റ് തരില്ലേ, ആ ടെസ്റ്റിൽ നമ്മളിങ്ങനെ പാസ്സായി പോകണ്ടേ. അപ്പോൾ ഇത് ചിലപ്പോൾ നമുക്ക് എവിടെയും പോകാൻ സാധിക്കാത്ത അവസ്ഥ ഒക്കെ ഉണ്ടാവാം അല്ലെ, വിചാരിച്ച സ്ഥലത്ത് ചിലപ്പോൾ എത്തിപ്പെടാൻ സാധിക്കായി ഉണ്ടാവും. പക്ഷെ ഇതിൽ അള്ളാഹു എന്തെങ്കിലും ഹൈറ് തന്നിട്ടുണ്ടാകും. അതേപോലെ തന്നെ ഒരു ടീം വർക്കായിട്ട് ഉമ്മയും ബാപ്പനെയും നോക്കാൻ സാധിക്കുക അല്ലെ. ഒരു നോക്കട്ടെ ഇവർ നോക്കട്ടെ എന്നല്ല, എല്ലാവർക്കും ആ ഒരു രീതിയിൽ കൂലി കിട്ടണം എന്നുള്ള രീതിയിൽ പരിഗണിക്കാൻ കെയർ ചെയ്യാൻ സാധിക്കാം. ഇനി വീട്ടിലൊരു രോഗി ഉണ്ടെങ്കിലോ നമ്മളിങ്ങനെ വിശുദ്ധ ഖുർആനും ഹദീസും ഖുർആൻ ലേണിംഗ് ക്ലാസ്സുകളൊക്കെ പഠിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ കൽവിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഒരു രോഗി ഉണ്ടാവണമെങ്കിൽ വല്ലാത്ത ഇടങ്ങേറ് കഷ്ടകാലം എന്ന് വിചാരിച്ച് പറയേണ്ട ആൾക്കാരല്ല നമ്മൾ. ലിയബ്ലുവ അഖ്ബാറക്കും, നിങ്ങളുടെ വാക്കുകൾ പോലും അള്ളാഹു പരീക്ഷിക്കുന്നുണ്ട് അല്ലെ. നമ്മുടെ കുട്ടിക്കൊരു രോഗം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പറയും വല്ലാത്ത കഷ്ടകാലം, ഒന്നിന് കഴിഞ്ഞിട്ടേ ഉള്ളൂ, അപ്പോൾ അതിന് മറ്റേന്. ഇതൊക്കെ പടച്ചിറപ്പിങ്ങനെ നോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ട. അള്ളാഹ് തന്നിട്ടുള്ള രോഗം ഇത് നമ്മൾ കാണിക്കുക, റബ്ബിൽ തവക്കുൽ ചെയ്ത് ദുആ ചെയ്യുക, ക്ഷമയോട് കൂടിയിട്ട് ഒരു വാക്ക് പോലും എതിർത്ത് പറയാൻ സാധിക്കില്ല. അപ്പോൾ മാറാ രോഗികൾ ചിലപ്പോൾ ഉണ്ടാകും, മാനസിക വൈകല്യങ്ങളുള്ള ആൾക്കാരുണ്ടാവും. ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് തരും. ഇതൊക്കെ നമ്മൾ നമുക്ക് പഠിച്ച സ്നേഹം കൊണ്ട് തരുന്നത് തന്നെയാണ്. നമുക്കത് ചെയ്യാനുള്ള നോക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് പറഞ്ഞുകൊണ്ട്.
അപ്പോൾ പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആനും ഹദീസും പഠിക്കുന്നവർക്ക് അതിൻ്റെ കപ്പാസിറ്റി കൂടുതലായിരിക്കും ഈ ടീമിനെ നോക്കാൻ. കാരണം എന്താണ് ഇവരൊക്കെ നോക്കിയാലുള്ള പ്രതിഫലം എന്നുള്ളതിൻ്റെ ഹദീസുകളൊക്കെ അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടേണ്ടതുണ്ട്. അല്ലാതെ ഇതൊന്നും കിട്ടാത്തൊരു ടീമുണ്ട്. വിശുദ്ധ ഖുർആൻ എന്താണ്, അല്ലെങ്കിൽ അതിലെന്താ പറഞ്ഞെന്നുള്ള ഒരു വിഭാഗപ്പുറത്തുണ്ട്. ഓരോ നമ്മളും സമമായിക്കൂടാ. അള്ളാഹുവിൻ്റെ ഒരു ചോദ്യമുണ്ട്, ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതാണ്. നമ്മൾ ഖുർആൻ ലേണിംഗ് ക്ലാസ്സിലേക്കും മറ്റും പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് നമ്മൾ കാണിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇണകളായിക്കോട്ടെ, പിന്നെ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നന്നായിട്ട് പെരുമാറുന്നവൻ എന്ന് പറയുന്നത് ഓഫീസിൽ നന്നായിട്ട് പെരുമാറുന്നവനല്ല, അല്ലെങ്കിൽ ഏറ്റവും പിന്നെ പൊളിറ്റിക്സിൽ ഒരു രാഷ്ട്രീയ മേഖലയിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരു സാമൂഹ്യ ബന്ധങ്ങളിൽ നന്നായിട്ട് നല്ല വാക്കുകൾ പറയുന്ന ആളല്ല. സ്വന്തം വീട്ടുകാരിയോട് ഏറ്റവും മാന്യമായിട്ട് പെരുമാറുന്നവൻ ആരാണോ അവരാണ് ഏറ്റവും നല്ല ഉത്തമൻ എന്നുള്ളതാണ്. അവിടെ നമുക്ക് ക്ഷമയോട് കൂടിയിട്ട് പിന്നെ കാര്യങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് സത്യസന്ധമായിട്ട് പുറത്തുള്ള മേഖലയിലും എന്തുണ്ടാകും, അത് തെളിയും. അതേപോലെ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം 5 വക്ത് നമസ്കരിക്കുകയും ഭർത്താവിനെ അനുസരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പെണ്ണിന് അള്ളാഹു ഓഫർ ചെയ്തിട്ടുള്ള സ്വർഗ്ഗമാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തൃപ്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹു സ്വർഗ്ഗത്തിൻ്റെ ഏത് വാതിലിലൂടെയും കടക്കാനുള്ള പെർമിഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതുണ്ട്. അങ്ങനെ നിയ്യത്ത് വെച്ച് ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ജീവിതം എന്ന് പറയുന്നത് വലിയ രസമുള്ള ആസ്വാദ്യകരമായിട്ടുള്ള ജീവിതമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഖൽബുൻ ഷാക്കിറുൻ വലിസാനുൻ ദാക്കിറുൻ വസൗജത്തുൻ സ്വാലിഹ തുഈനുക അലാ അംരി ദുനിയ വദീനി ഖൈറുൻ മഖ്തനസ നാസ്. ഒരാൾ ദുനിയാവിൽ ഇഷ്ടംപോലെ നിധി കൂട്ടി, എന്നാൽ അതിനേക്കാളും ഹൈറായിട്ടൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞിരട്ടെ എന്ന് പറഞ്ഞൊരു കാര്യം എന്താണോ, ഖൽബുൻ ഷാക്കിറുൻ. നമ്മളിങ്ങനെ കുടുംബജീവിതമൊക്കെ നയിക്കുന്ന സമയത്ത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുന്നത് ശുക്റുള്ള ഖൽബ് നമുക്ക് വേണം. നമ്മളെപ്പോഴും ഇങ്ങനെ പരാതി ബോക്സുകളാവരുത്, കംപ്ലയിൻറ്റ് ബോക്സുകളാവരുത്. അതില്ല ഇതില്ല, അത് എന്ത് ചെയ്താലും കുറ്റം പറയണേ, അല്ലെങ്കിൽ എങ്ങനെ നൊടിഞ്ഞോണ്ടിരിക്കണേ, അങ്ങനെ ഒരു ടീമാവാൻ പാടില്ല. അത് ആവരുതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം മനസ്സ് നന്നാവണം. ശുക്റുള്ള പടച്ചോൻ എന്താണോ തന്നിട്ടുള്ളത് അതുണ്ടാകണം നമ്മളെ കൽവിൽ. നമ്മൾ അതുക്കാർ സ്വഭാവം ചൊല്ലാറുണ്ട്, റദീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ. അല്ലെ, അള്ളാഹിനെ ഞാൻ റബ്ബായിട്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നു, ഈ മതം ഇസ്ലാമിനെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, പ്രവാചകനെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, നബിയായിട്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇതൊരു വാക്കാൽ പറയാതെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കേണ്ടതുണ്ട്. അള്ളാഹ് എനിക്ക് തന്നിട്ടുള്ള അത് എത്ര ന്യൂനത ഉണ്ടായിക്കോട്ടെ, എൻ്റെ മക്കൾ ഉണ്ടായിക്കോട്ടെ, എന്നാലും അവരെ കൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സുണ്ടാകേണ്ടതുണ്ട്. ആ തൃപ്തി വരുമ്പോൾ എന്ത് ചെയ്യില്ല, നമ്മൾ വെറുതെ ഇങ്ങനെ കംപ്ലൈൻറ്റ് പറയണേ അല്ലേ, ഇപ്പോൾ ചായക്ക് മധുരം കുറഞ്ഞാലോ ആയിക്കോട്ടൊക്കെ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ടീമാവില്ല നമ്മൾ. ഇതേപോലെ തന്നെ എന്തെങ്കിലും കിട്ടാത്തതിൻ്റെ പേരിൽ വെറുതെ പരിഭവം പറഞ്ഞിട്ട് അന്ന് അതൊരു പ്രശ്നമാക്കിയിട്ട് വലിയ കുടുംബ പ്രശ്നമാക്കി തീർക്കുന്ന ഒരു ടീമാവില്ല. അപ്പോൾ അത് നമ്മൾ ശ്രമിക്കുക. അതേപോലെ വലിസാനുണ്ടാക്കിയും ഈ കൽബുൻ ഷാക്കിറെ നമുക്ക് വേണം. അതേപോലെ ലിസാൻ ഉണ്ടാക്കിയത് അള്ളാഹിനെ സ്മരിക്കുന്ന ഒരു ദിക്റുള്ള ഒരു ലിസാന് നാവ് നമുക്ക് വേണം. ഞാൻ ഈ പറയുന്നത് പടച്ചറബിന് ഇഷ്ടമാണ്. നമ്മൾ ദിക്റും ദുആക്കെ ചൊല്ലുന്നതോടൊപ്പം തന്നെ നമ്മളൊക്കെ സംസാര മേഖലകൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബം കൂട്ടിപ്പിടിക്കാനുള്ള ആൾക്കാരാണ്, അത് കത്രികയായിട്ട് മുറിക്കാനുള്ള ടീമാവരുത്. അതിങ്ങനെ ഇനി പോയിട്ടുണ്ടെങ്കിൽ തുന്നി ചേർത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഒന്നാക്കാൻ ശ്രമിക്കണം. കാരണം നമ്മളൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമാണ്, ഒരു ഗ്യാരണ്ടി ഇല്ല. ഗ്യാരണ്ടി ഇല്ലാത്തൊരു ജീവിതത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇന്ന് കണ്ട ഒരു ചെക്കൻ നാളെ കാണണം എന്നില്ല. അപ്പോൾ ഒരു ഖേദമില്ലാത്ത രീതി, ഞാൻ എൻ്റെ ബന്ധങ്ങളൊക്കെ ഓക്കെയാണ് എന്നുള്ള രീതിയിൽ ഒരു സ്വഹാബി സ്വർഗത്തിലേക്ക് പോകാൻ, ഇയാൾ സ്വർഗത്തിലാണെന്ന് പ്രവാചകൻ പറഞ്ഞ സമയത്ത് മറ്റു സ്വഹാബിമാരൊക്കെ ചോദിച്ചു, അദ്ദേഹത്തെ ഇങ്ങനെ ഫോളോ ചെയ്യണം, ഇയാൾ എന്താണ് എക്സ്ട്രാ ആയിട്ട് എന്താ കാര്യം ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇവർ ചെയ്യണതൊക്കെ തന്നെയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. എന്നാൽ അദ്ദേഹത്തോട് ചോദിച്ച സമയത്ത് ഇദ്ദേഹം പറഞ്ഞത്, എൻ്റെ മനസ്സിലുണ്ടല്ലോ ഒരാളോടും ഒരു വെറുപ്പോ വിദ്വേഷമോ ഇല്ല എന്നുള്ളതാണ്. ഇത്രയും ക്ലിയർ ആക്കി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്, ബന്ധങ്ങളിൽ പ്രത്യേകിച്ചിട്ട്. അതേപോലെ തന്നെ സംസാരങ്ങളിലും നമ്മളൊന്നും മിണ്ടാതെ നിന്നാൽ ഒരു തകർച്ച, അല്ലെങ്കിൽ ഒരു വഴക്ക് അവിടെ അവസാനിപ്പിക്കുന്നുണ്ടെങ്കിൽ അവിടെ മിണ്ടാതിരിക്കുക, അവിടെ വിട്ടുവീഴ്ച ചെയ്യുക. അല്ലെ, ഒന്ന് തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു ആൾക്കാരിങ്ങനെ വളർന്നു വരികയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് വലിയ ഒന്ന് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞാൽ അവിടെ അള്ളാഹുവിന്റെ അടുക്കൽ നമ്മളെന്തായിരിക്കും, അൻതുമുൽ അഅ്ലാവും, നിങ്ങളാണ് ഏറ്റവും ഉന്നതരായിട്ടുള്ള ആൾക്കാർ. നമ്മളൊന്ന് തോറ്റു കൊടുത്താൽ അവിടെ സമാധാനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുക്കുക. അല്ലാതെ ഓൾ ഇന്ന അത് ചെയ്തതാണ്, ഓൾ ഇന്നത് പറഞ്ഞതാണ് എന്ന് വിചാരിച്ചിട്ട് അതിങ്ങനെ മനസ്സിൽ വെച്ചിട്ട് പക വെച്ച് നടക്കേണ്ട ഒരാൾക്കാരല്ല നമ്മൾ. അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് നമുക്ക് പോകാൻ സാധിക്കേണ്ടതുണ്ട്. കാരണം പടച്ച റബ്ബ് ഓഫർ ചെയ്തിട്ടുള്ളത് ജന്നാത്തുൽ ഫിർദൗസാണ്. നമ്മളോട് ചോദിക്കാൻ പറഞ്ഞിട്ടുള്ളത് ജന്നാത്തുൽ ഫിർദൗസാണ്. അത് ഏറ്റവും ടോപ്പിലുള്ള സ്വർഗ്ഗമാണ്. അത് കിട്ടണം എന്നുണ്ടെങ്കിൽ മനസ്സ് എത്രത്തോളം തസ്കിയത്ത് നടത്താൻ പറ്റുമോ ഈ വിഷയത്തിൽ നമ്മൾ ചെയ്യേണ്ടതാണ്. മറ്റൊന്ന് പറയുന്നത് നമ്മുടെ ഭാഗ്യം എന്ന് പറയുന്നത് സൗജത്തുൻ സ്വാലിഹ തുഈനുക അലാ അംരി ദുനിയ വദീനി, അതായത് സ്വാലിഹായ ഒരു ഇണ.
ഈ ലോകത്തിൻ്റെ കാര്യത്തിലും ദുനിയാവിയായ കാര്യത്തിലും പരലോക വിഷയത്തിലും നമ്മളെ സഹായിക്കുന്ന സ്വാലിഹായ ഇണയാവാൻ അങ്ങോട്ടും ഇങ്ങോട്ടും സാധിക്കുക. ഇതാണ് ഈ ഒരു മനുഷ്യൻ എത്ര വലിയ കുന്നുകൂട്ടി സമ്പാദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലും അതിനേക്കാളെല്ലാം ഏറ്റവും ഹൈറായിട്ടുള്ളത്, ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അപ്പോൾ ശുക്രുള്ള കൽബോടെ, നല്ല ദിക്റുള്ള ലിസാനോടെ, നാവോടെ നല്ല രീതിയിൽ നല്ല ഇണകളായിട്ടൊക്കെ ജീവിക്കാൻ നമുക്ക് സാധിക്കുക. വിവാഹത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിടത്തോളം പ്രപ്പോസലാണ്. നമുക്കറിയാം പ്രപ്പോസൽ അല്ലേ? ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ദീനും ഹുൽക്കുമുള്ള സ്വഭാവവും നല്ല ദീനുമുള്ള ഒരു ആൺകുട്ടി നമ്മളെ എടുത്ത് വന്നിട്ട് കല്യാണം ആലോചിക്കുകയാണെങ്കിൽ നമ്മളത് കല്യാണം കഴിച്ചു കൊടുക്കണമെന്നാണ്. ഇനി ഒരു പെണ്ണിന്റെ വിഷയത്തിൽ തുൽക്കഹുൽ മർഅ ബി അർബഅ, 4 വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരു പെൺകുട്ടി വിവാഹം ചെയ്യുന്നത്. സമൂഹത്തിൽ പൊതുവെ കണ്ടീഷനായിട്ട് വെക്കുന്ന 4 കാര്യങ്ങൾ എന്ന് പറയുന്നത് ബി മാലിഹ വലി ഹസ്ബിഹ വലി ജമാലിഹ വലി ദീനിഹ. എന്തൊക്കെയാണ്? ഒന്ന് അവളുടെ മാലിന് വേണ്ടിയിട്ട്, അഥവാ പണം അല്ലേ? അവരുടെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഒന്ന് നോക്കിയിട്ട് ആസ്തിയുള്ള ടീമാണെങ്കിൽ നമുക്ക് മുട്ടാൻ പറ്റിയ ടീമാണെങ്കിൽ നമുക്ക് മുട്ടി വെക്കാം എന്നുള്ള രീതിയിൽ. വലി ഹസ്ബിഹ, അവര് ഇന്ന തറവാട്ടുകാരാണ്, അത് നോക്കിയിട്ട് മാത്രം വിവാഹം ചെയ്യുന്ന ടീമുണ്ട്. ഇനിയോ വലി ജമാലിഹ, അവളുടെ ബ്യൂട്ടി, അവളുടെ ഭംഗി, നിറം, ഇത് നോക്കിയിട്ട് വിവാഹം കഴിപ്പിക്കുന്ന വിഭാഗം. വലി ദീനിഹ, ദീന് നോക്കിയിട്ട് വിവാഹം ചെയ്യുന്ന ടീമാണ്. ഇനിയോ ഫൽഫ ബിദാത്തി ദീൻ തർബത്തിയതാൽ, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുള്ളത് ഇതിൽ ദീൻ നിങ്ങൾ നോക്കണം. ദീൻ നോക്കിയാൽ അവൾ എന്ത് ചെയ്യണം? ബാക്കിയുള്ള ജീവിതത്തിലൊക്കെ ഐശ്വര്യം കൊണ്ടുവരും എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് ആ സ്റ്റെപ്പൊക്കെ നമ്മൾ വളരെ എന്താ പറയുക സൂക്ഷ്മതയോട് കൂടിയിട്ട് വിവാഹമായാലും വിവാഹത്തിന് മുന്നുള്ള സ്റ്റെപ്പായാലും ഒക്കെ നോക്കേണ്ട ഒരു വിഷയമാണ്. അത് നേരത്തെ പറഞ്ഞതുപോലെ ഈ നമ്മളെ മക്കളെ ഇത്തരത്തിലുള്ള ചില വികാരങ്ങളിലൊക്കെ കാത്തുരക്ഷിക്കാനുള്ള എല്ലാ ദുആയും നമ്മൾ നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ എന്നോട് അടുത്തൊരാൾ, നമ്മളിങ്ങനെ പോണതായതുകൊണ്ട് പിന്നെ നല്ല പെൺകുട്ടികളുണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞു. ആ പറഞ്ഞ ഉടനെ തന്നെ അവർ എന്നോട് പറഞ്ഞു, പിന്നെ ഇപ്പോൾ ഫ്രഷേഴ്സിനെ കിട്ടാനില്ല, ഫ്രഷായ പെൺകുട്ടികളെ കിട്ടാനില്ല, ഒക്കെ തേച്ചിട്ടൊരു തേപ്പ് കിട്ടിയ ആൾക്കാരുമാണെന്നുള്ളതാണ്. നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. നമ്മൾ അഫീഫാത്തുകളാണ്. ചാരിത്ര ശുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ ക്വാളിറ്റിയാണ്. മാനസികമായോ ശാരീരികമായോ ഹലാലല്ലാത്ത ഹറാമായ ബന്ധത്തിലൂടെ ഞാൻ എന്നെ വിൽക്കാൻ പാടില്ല, എന്നെ ടച്ച് ചെയ്യാൻ പാടില്ല. ഇതിൻ്റെ ബൗണ്ടറിയൊക്കെ നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെ മക്കളിലേക്കാണ്. അല്ലാഹു തആല നമ്മുടെ മക്കളെ എന്ന് പറയുന്നത് പടച്ചറബ് നമുക്ക് തന്നിട്ട് വലിയൊരു സമ്പാദ്യമാണ്. നിഅമത്തുൻ മിനല്ലാഹ്. നിങ്ങളോടൊക്കെ ചോദിക്കാൻ എൻ്റെ കുട്ടി എനിക്ക് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് പിന്നെ പറയാൻ കഴിയാത്ത രീതിയിൽ എന്തൊക്കെയോ ആണ് നമ്മളെ കുട്ടികൾ. കരളിൻ്റെ കഷ്ണങ്ങളാണ് നമ്മളെ മക്കൾ. നിഅമത്തുൻ മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള വലിയൊരു നിഅമത്താണ്. ഹദിയത്തുൻ മിനല്ലാഹ്, പടച്ചറബ് നമുക്ക് തന്നിട്ടുള്ള സമ്മാനമാണ് നമ്മളെ കുട്ടികൾ. സീനത്തുൻ മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള ഒരു സീനത്ത്, അലങ്കാരമാണ് അല്ലേ? നമ്മൾ ഉമ്മയും വാപ്പിയും മക്കളൊക്കെ പോകുന്ന പ്രത്യേക ഒരു വഴി തന്നെയാണ്. ആ ഒരു രീതിയിൽ ഒരു സന്തോഷം തരുന്ന ഒരു ഡെക്കറേഷൻസ് ആണ് നമ്മുടെ കുട്ടികൾ. ഫിറ്റ്ന, നമുക്കുള്ളൊരു പരീക്ഷണമാണ്. അമാനത്തുൻ മിനല്ലാഹ്, പടച്ചറബ് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള അമാനത്താണ്. വിവാഹം കഴിഞ്ഞാൽ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ കുട്ടികളെ അങ്ങനെ വളർത്തുന്ന ആൾക്കാരാണ്. എന്താണ് നമ്മൾ കുട്ടികളെ വളർത്തുന്നതിൻ്റെ ലക്ഷ്യം? അവർക്ക് തിന്നാൻ കൊടുത്ത്, പിന്നെ സ്കൂളിൽ ടൈം ആയാലും സ്കൂളിൽ ചേർത്തി കൊടുക്കണം, വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കണം, ഇത് അലക്കി കൊടുക്കണം. ഇന്ന് രാവിലെ എണീക്കുക, ഇത് മാത്രമാണോ നമ്മളുടെ ലക്ഷ്യം? അല്ല. നമ്മൾ വിവാഹം കഴിഞ്ഞതിന് ശേഷം നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. വിവാഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നാണല്ലോ കുട്ടികൾ ഉണ്ടാവുക എന്നുള്ളത്. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ അല്ലേ? അത് നമ്മളിനി പ്രഗ്നൻ്റ് അറിഞ്ഞാലും ഇതൊക്കെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണം. അതിന് മുന്നേ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കണം. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, പടച്ച റബ്ബേ സ്വാലിഹായ കുട്ടിനെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം. എന്താണ് സ്വാലിഹിൻ്റെ ക്വാളിറ്റി? നല്ല ആരോഗ്യമുള്ള, നല്ല ആയുസ്സുള്ള കുട്ടീനെ നമ്മൾ ചോദിക്കാറില്ലേ? ഇതേപോലെ നല്ല പ്രാധാന്യം കൊടുത്ത് ചോദിക്കേണ്ട ഒരു കാര്യമാണ് ഇത്, സ്വാലിഹായ കുട്ടീനെ. കാരണം എനിക്ക് മരിച്ചു കഴിഞ്ഞാലും അതേ ഉണ്ടാവുള്ളൂ. അതിന് ആ ഒരു രീതിയിൽ നമുക്ക് അവരെ വളർത്താൻ സാധിക്കേണ്ടതുണ്ട്. സക്കരിയ നബി അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥന ഉണ്ട്, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയത്തൻ ത്വയ്യിബായ കുട്ടിയെ എനിക്ക് പ്രദാനം ചെയ്യണം. നമ്മുടെ മനസ്സിൽ നമ്മൾ ഈ ഡ്രീംസ്, ഈ ഒരു പിന്നെ സ്വപ്നങ്ങളൊക്കെ നമ്മൾ മനസ്സിലുണ്ടാവേണ്ടതുണ്ട്. എനിക്കൊരു കുട്ടിനെ തരാണ്, കുട്ടീൻ്റെ ജനനം ഉണ്ടാവുകയാണെങ്കിൽ അള്ളാഹിനോട് ചോദിക്കേണ്ട കാര്യങ്ങളാണിത്. സ്വാലിഹായതും വേണം, ദുർരിയത്തൻ ത്വയ്യിബ. ഇതൊക്കെ പടച്ച റബ്ബ് നമ്മളോട് ചോദിക്കാൻ പറഞ്ഞ ലക്ഷ്യമാണ്. അള്ളാഹ് നമുക്ക് കുട്ടികളെ തരുമ്പോൾ അല്ല ലക്ഷ്യം വെക്കുന്ന കാര്യങ്ങളാണത്. അത് നമ്മളോട് പ്രാർത്ഥനയിലൂടെ ചോദിക്കാൻ പറഞ്ഞത്. ഇനി കുട്ടിന്റെ ജന്മവേളയിൽ നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്, അല്ലാഹുമ്മ ജന്നിബ്ന ശൈത്വാൻ വജന്നിബി ശൈത്വാന മാ റസഖ്തന, ഞങ്ങൾക്ക് തരുന്നതിൽ നിന്നും ഞങ്ങളിൽ നിന്നും നീ പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്നും കാത്തിരക്ഷിക്കണം. അപ്പോൾ നമ്മുടെ കുട്ടികളെ കൊണ്ടുള്ള ലക്ഷ്യങ്ങൾ എത്രയാണ് അല്ലേ? നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രാർത്ഥന കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുടുംബജീവിതം കൊണ്ട് നമുക്ക് കിട്ടേണ്ട കുറത്താഴിയും സ്വാലിഹായ മക്കൾ അല്ലേ, അതേപോലെ പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ, ഇതൊക്കെ നോക്കിയിട്ട് വളർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മക്കളെ വളർത്തുന്ന വിഷയം തർബിയത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും വലിയൊരു പളുമ്പ് പാത്രമാണ്. അത് പൊട്ടാതെ ഞാൻ പറയണേ എനിക്കും തന്നെ കുറച്ച് വരുന്നുണ്ട്. കാരണം ചിലപ്പോൾ നമ്മളെ സ്വബർ അല്ലെ, നമ്മുടെ ക്ഷമക്ക് അളക്കുന്ന രീതിയിലുള്ള പൊട്ടിത്തെറിപ്പ് ചിലപ്പോൾ കുട്ടികൾക്ക് ഉണ്ടാകാം. എന്നിരുന്നാലും ഈ കുട്ടിൻ്റെ നാച്ചുറൽ ആണ് എന്നുള്ള രീതിയിൽ സ്വബറോടുകൂടി കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഹുബ്ബ് കൊടുക്കണം.
ഹുബ് എന്ന് പറഞ്ഞാൽ സ്നേഹം. നമ്മൾ ചെറിയ കുട്ടീനെ നമ്മൾ കുറേ ഉമ്മ വെക്കും അല്ലേ, കൂട്ടി പിടിക്കും, ഹഗ് ചെയ്യും. എന്നാൽ വലിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാപ്പ് ഇടാണ് അല്ലേ, ചിലപ്പോൾ തൊടാൻ പോലും നമുക്ക് പേടി. എല്ലാവരും അല്ല, ചിലപ്പം സംഭവിക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാം, ഈ ഒരു അറ്റാച്ച്മെന്റ് വിടരുത്, സ്നേഹം പ്രകടിപ്പിക്കണം. എൻ്റെ കുട്ടിനോട് എനിക്ക് മനസ്സിൽ നിറച്ചും സ്നേഹമാണെന്ന് ഇങ്ങനെ മനസ്സിൽ കരുതിയതിനോട് കാര്യമില്ല. ഇത് പ്രകടിപ്പിക്കാൻ നല്ല നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട്, നല്ല നല്ല ടൂണിൽ സംസാരിച്ചുകൊണ്ട് മക്കൾക്ക് മുന്നിൽ ഇത് പ്രകടിപ്പിക്കാൻ സാധിക്കേണ്ടതുണ്ട്. മുഹബത്ത് കൊടുക്കുക, അതേപോലെ അതിൽ നീതിയോട് കൂടിയിട്ട് അത് കുടുംബത്തിലെ ഓരോ മെമ്പേഴ്സിനോടും. ഇനി മക്കൾക്കിടയിലായാലും പല കഴിവുകളുള്ള കുട്ടികളായിരിക്കും അല്ലേ, ചിലപ്പോൾ നന്നായിട്ട് പഠിക്കാൻ കഴിയുന്നവരുണ്ടാകും, എല്ലാം അതിന് കഴിയാത്തവരുണ്ടാകും. അങ്ങനെ പല രീതിയിലും ആയിരിക്കും നമുക്ക് അല്ലാതെ തന്നിട്ടുള്ള മക്കളെ കഴിവുകൾ. ഇത് റിയലൈസ് ചെയ്യാൻ ഇതൊരു യാഥാർത്ഥ്യമാണ് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാതെ ഓനെ കണ്ടുപിടിക്കുക ഓളെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു അനീതി ഉണ്ടാവാൻ പാടില്ല. ഇനി നമ്മളെ കുട്ടികളും ചിലപ്പം വേറെയുള്ള ആൾക്കാരെ കുട്ടികൾ നമ്മുടെ കുടുംബത്തിൽ വരും അല്ലെ, നമ്മുടെ കസിൻസ് അല്ലെ, നാത്തുമാരെ മുതിച്ചുള്ള കുട്ടികൾ, ഇവിടെയൊക്കെ നമ്മൾ ശരിക്കും അതിൽ വളരെ സൂക്ഷ്മത വായിക്കണം. നമ്മളൊരു സാധനം കൊടുക്കുകയാണെങ്കിൽ പോലും അല്ലെ, അത് അള്ളാന്റെ മനസ്സിലേക്ക് നോക്കുന്നുണ്ട് അല്ലെ, അള്ള നമ്മളുടെ ഹൃദയത്തിലേക്ക് നോക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ മക്കൾക്കായാലും മരുമക്കൾക്കായാലും ഒക്കെ സ്നേഹവും ഇതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരിക്കലും അനീതിയുടെ പെരുമാറ്റമോ സംസാരമോ നമ്മളിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. നല്ല ലക്ഷ്യങ്ങൾ വെക്കുക, നല്ല മക്കളെ വളർത്തിയെടുക്കുക. നമ്മൾ ഒക്കെ താരാട്ട് പാട്ടുകൾ പാടിയിട്ടുണ്ട് അല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ല, നമ്മൾ ലക്ഷ്യം വെച്ചിട്ട് അല്ല, പണ്ടത്തെ വരിയിൽ ഉള്ളൊരു കാര്യം, വീരനാമരിയാരുടെ വീരകഥകൾ കേൾക്കണം, ശൂരനായി നീ വളരണം, ജീവിത പൊന്നാരമേ. ഇങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങൾ പണ്ടത്തെ താരാട്ട് പാട്ടുകൾ നമ്മൾ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളിങ്ങനെ അതേപോലെ ഇസ്ലാമിലെ ഉമ്മ ആരാണ് നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. ഇസ്ലാമിലെ ടീച്ചർ ആരാണ്, ഇസ്ലാമിലെ പ്രവാചകന്റെ തെർബിയത്തിന്റെ രീതികൾ എന്താണ്, ഇങ്ങനെ കുടുംബ സംവിധാനം. നമ്മൾ സാധാരണ നമ്മുടെ കുട്ടികൾക്ക് കെമിസ്ട്രി ഫിസിക്സ് ഒക്കെ വായിക്കാൻ കൊടുക്കുന്നുണ്ട്, ബയോളജിക്കലായിട്ട്. അല്ലെങ്കിൽ പിന്നെ ഈ ദുനിയാവിൽ എന്തൊക്കെ പുസ്തകങ്ങളുണ്ടോ അവർ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും കമ്പൽസറി ആയിട്ട് വായിക്കണം എന്ന് പറയാറുണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ, നമ്മുടെ കുട്ടികൾക്ക് അവരുടെ വളർച്ചയിൽ നമ്മൾ കൊടുക്കേണ്ട ഒരു പുസ്തകം കൂടിയാണ് കുടുംബ വായന എന്നുള്ളത്. കുടുംബത്തിൽ ഉമ്മനോട് എങ്ങനെ പെരുമാറണം, വാപ്പനോട് എങ്ങനെ പെരുമാറണം, വിവാഹം കഴിഞ്ഞാൽ പിന്നകളോട് എങ്ങനെ പെരുമാറണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഒരു മഹലിൽ ശരിക്കും 9 വിവാഹമോചന കേസുകളാണ് നടന്നിട്ടുള്ളത്. ഇതിലൊക്കെ പെൺകുട്ടികൾക്ക് വേണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവർ ഒരു തീരുമാനം എടുത്തിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് ക്ലാസ് കഴിയാതെ, അതായത് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നിക്കാഹ് കഴിച്ചു കൊടുക്കൂല എന്നുള്ള ഒരു രീതിയിൽ. അപ്പോൾ എന്താണ് ജീവിതം എന്ന് നമ്മളുടെ വൈവാഹിക ജീവിതത്തിലൂടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ഇസ്ലാമികമായ അധ്യാപനങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് പഠിപ്പിക്കേണ്ടതുണ്ട്. സന്തോഷമുള്ളതാണ്, നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പുറയിലുള്ള സന്തോഷം സമാധാനം നമ്മൾ നിർമ്മിച്ചെടുക്കേണ്ടതാണ്, വേറെ ആരും കൊണ്ടുവരില്ല. ഞാൻ എൻ്റെ മുഖപ്രസന്നതയോടെ, എൻ്റെ നല്ല വാക്കോടെ, എൻ്റെ പരിശുദ്ധമായ ബന്ധങ്ങളിലൂടെ, സ്നേഹത്തിലൂടെ, ഞാൻ നടത്തുന്ന പെരുമാറ്റങ്ങളിലൂടെ ഞാൻ ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്നാണ്. അതേപോലെ കിബിർ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അഹങ്കാരം, ഒരു അണുമണി തൂക്കം കിബിർ, അഹങ്കാരം നമ്മളൊക്കെ കൽവിലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. ചിലപ്പോൾ നമ്മളെ കഴിവായിരിക്കും നമുക്ക് അഹങ്കാരം ഉണ്ടാവുക അല്ല, എന്ന് എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, അപ്പോൾ വയസ്സായ അല്ലെങ്കിൽ വയ്യാത്ത ആൾക്കാരോട് ചിലപ്പം അതിൻ്റെ ഒരു കിബിർ, ഓരോന്ന് നിസ്സാരമാക്കി കാണുന്ന അവഗണിക്കുന്നൊരു ഇത് ചിലപ്പോൾ ഉണ്ടാവാം. അല്ലെങ്കിൽ എനിക്ക് കുറച്ച് വിവരമുണ്ട്. എന്നാൽ വിവരം കൂടുന്തോറും വിശാലമാകേണ്ടതാണ് നമ്മുടെ ഹൃദയം. വിവേകത്തോടു കൂടി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതാണ് പറഞ്ഞത്, വിശുദ്ധ ഖുർആന്റെ ഒരു സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് ഈ ഒരു വിജയം കുടുംബം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കില്ല. ഹദീസിന്റെ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഈ ഒരു രീതി ഇസ്ലാമികമായിട്ട് കുടുംബത്തിൽ ജീവിക്കാനും നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരാളെ അവഗണിക്കേണ്ട ഒരു വിഷയം എല്ലാവരെയും, കാരണം മാനസികമായിട്ട് അല്ല സ്വഭാവ വൈകല്യങ്ങളുള്ള ആളുകൾ ചിലപ്പോൾ നമ്മളെ കൂടെ ഉണ്ടാകും. അവരും കൂടി കൂട്ടിപ്പിടിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കുക, അതായത് വിശാലമാക്കി കൊടുക്കുക. ന്യൂനതകൾ ഉണ്ടാവും, മനുഷ്യന്മാരാണ് അല്ലെ, പ്രയാസങ്ങളുണ്ടാവും. അതിനൊക്കെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് എല്ലാവരും വിശുദ്ധ ഖുർആനും ഹദീസും ഒക്കെ പഠിക്കുന്ന ഒരു സെഷൻ വീട്ടിലൊരുക്കുക. അങ്ങനെയുള്ള സെഷനുകൾക്ക് കുടുംബസമേതം പോവുക. അങ്ങനെ ഐക്യങ്ങൾ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മാനങ്ങൾ കൈമാറുക. അങ്ങനെ ഒരു ടീം വർക്കായിട്ട് ഒരു സിസ്റ്റമാറ്റിക്കലായിട്ട് കുടുംബത്തെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ ജീവിക്കാൻ അല്ലാഹു എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നന്നാവാം, നാളെ നന്നാവാം എന്ന് നമ്മൾ പറഞ്ഞു നടക്കരുത്. ഒരിക്കലും നമുക്കറിയില്ല നാളെ നമ്മൾ ഉണ്ടാവുമോ, അടുത്ത സെക്കൻഡിൽ നമ്മൾ ഉണ്ടാകുമോ എന്നറിയില്ല. ജീവിതം എന്നുള്ളത് ഇത്രയേ ഉള്ളൂ എന്ന് ഞാൻ ചെറിയൊരു വരികളിലൂടെ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ നിർത്തുകയാണ്. 10 ജന്മമാസ്വദിക്കിലും തീരുകില്ലി മത്യനു
പൂണ്ടിടുന്നു ദേഹം. നശ്വരമാമീ ദുനിയാവിൽ നാം ഒരാൾക്കും വിശ്രമിക്കാനില്ല നേരം. മൃത്യുവിൻ്റെ വായിലെത്തുവാൻ മുന്നിൽ അത്രയൊന്നുമില്ല ദൂരം. നാഥ, അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെറുതും വലുതും കഴിഞ്ഞു പോയതുമായിട്ട് ഒരുപാട് തെറ്റുകൾ ചെയ്ത പാപികളാണ് തമ്പുരാനെ ഞങ്ങൾ. ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും നാഥാ നീ ഞങ്ങൾക്ക് വിട്ടുകൊടുത്തു നോക്കാക്കി തന്നെ. ഞങ്ങളുടെ മക്കൾ ഈ ലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് കൺകുളിർമയേകുന്ന മക്കളെയും കുടുംബത്തെയും തന്നെ അനുഗ്രഹിക്കണം നാഥ. ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് നഷ്ടപ്പെട്ടവരാണ് നാഥ. അവരെയും ഞങ്ങളെയും നീ എൻ്റെ ജമാഅത്തിൽ ഫിർദൗസിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന റഹ്മാനെ. അവരിൽ മരിച്ചു പോയവരുടെ ബർസഖിയായ ജീവിതം പ്രകാശപൂരിതമാക്കണേ തമ്പുരാനെ. എല്ലാവിധ ചീത്ത വികാര വിചാരങ്ങളിൽ നിന്നും ഞങ്ങൾ ഈ മക്കളെ നീ കാത്തിരക്ഷിക്കണം നാഥ. നിന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിച്ചു മരിക്കാനുള്ള എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കണം തമ്പുരാനെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനാ സിഗാറ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനാ സിഗാറ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനാ സിഗാറ. ربنا تقبل منا إنك أنت السميع العليم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. آمين 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 برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.